ധന്യമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവായ ദൈവം നിങ്ങളെ ഏവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. May the holy name of the Lord Jesus Christ be glorified. May the Lord bless each one of you richly. ഒരു ക്ലാസ്സിൽ കൂടി പങ്കെടുക്കുവാൻ ദൈവം നമുക്ക് നൽകി ഈ നല്ല അവസരത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്, ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. I thank the Lord that in one more class the Lord gave us the opportunity, privilege to be part of it, and thank God for the wonderful opportunity that God has given us. നിങ്ങൾ എല്ലാവരെയും ദൈവമായ കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. May the Lord bless each one of you richly. ഈ ബൈബിൾ ക്ലാസിന്റെ ആരംഭ സമയങ്ങൾ ഞാൻ എന്റെ അനുഭവ സാക്ഷ്യമാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. In the initial part of this Bible class study, I have been teaching to you, sharing to you from my life experiences. ഹരിയാനയിലെ ഗ്രേസ് ബൈബിൾ കോളേജിലെ എന്റെ പഠനത്തെ കുറിച്ചാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. I was telling to you about my experiences in Haryana's Grace Bible College. പലവിധമായ പ്രശ്നങ്ങൾ ആദ്യത്തെ വർഷം ഞാൻ അഭിമുഖീകരിക്കേണ്ടി വന്നു. I had to go through various kinds of troubles in the initial years. പ്രധാനമായ വിഷയം ഭാഷാപരമായ പ്രശ്നമായിരുന്നു. First important thing was the language issue. രണ്ടാമത്തെ വിഷയം സാമ്പത്തികമായിരുന്നു. Second was my financial problems. മൂന്നാമത്തെ വിഷയം മലേറിയ പോലുള്ള രോഗങ്ങളിൽ നിന്നുള്ള അതിജീവനമായിരുന്നു. Third was the diseases like malaria type of diseases. ഇതിനെല്ലാം അതിജീവിക്കുവാനുള്ള ഭാഗ്യം ദൈവം എനിക്ക് നൽകി. To overcome all these kinds of troubles, the Lord gave me the blessed opportunity. ആദ്യത്തെ ഞങ്ങളുടെ അക്കാഡമിക് ഇയർ 2 സെമസ്റ്ററായിട്ട് ഏകദേശം 14 സബ്ജക്റ്റുകളും ഹിന്ദി ഒഴികെ ബാക്കി എല്ലാ സബ്ജക്റ്റുകളും ജയിക്കാൻ എനിക്കിടയാക്കി. അധ്യാപകർ എൻ്റെ സ്പെല്ലിംഗ് മിസ്റ്റേക്കുകളും ഗ്രാമർ മിസ്റ്റേക്കുകളും കണക്കാക്കിയില്ലാത്തത് കൊണ്ട്. First 2 semesters there were 14 subjects except Hindi. I could pass in all the subjects. The teachers did not take into consideration my spelling mistakes or my grammatical errors. അങ്ങനെ ഒരു അവധിക്കാലം കൂടി വന്നു. 4 മാസമാണ് അവധിക്കാലം. Like that, one more vacation, 4 months long, the duration of vacation came across. പലരും അവരുടെ വീടുകളിലേക്കും അവരുടെ സഭകളിലേക്കും പോകുവാനുള്ള റിസർവേഷൻ ഒക്കെ നടത്തി. Many people took the reservation to their own places and they went. എനിക്ക് പതിവ് പോലെ 8 മാസം വചനം പഠിക്കാൻ ഉപയോഗിച്ച ആ സമയം കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിൽ 4 മാസം കൊണ്ട് ചെയ്തു തീർക്കണം. അതിനുള്ള സ്ഥലം ഞാൻ അന്വേഷിക്കാൻ തുടങ്ങി. So for me, as usual, for vacation for what the Lord has called me, I need to complete it. So I was finding out a place where I can spend this 4 months vacation useful. ആ കാലങ്ങളില് ഓപ്പറേഷൻ മൊബിലൈസേഷൻ എന്ന് പറയുന്ന സുവിശേഷ സംഘടന എന്നെ വളരെ ആകർഷിച്ച ഒരു സംഘടനയാണ്. In those days, there was an organization called Operation Mobilization, the gospel outreach organization, which was very much attracting to me. പാസ്റ്റർ എംപൗലോസ് ഒക്കെ ഓപ്പറേഷൻ മൊബിലൈസേഷനിൽ വർക്ക് ചെയ്തവരാണ്. Pastor Paulus also, like those people, also had worked in this organization. അവർക്ക് അന്ന് ഒരു കപ്പലുണ്ടായിരുന്നു സുവിശേഷത്തിന് വേണ്ടി. ഇപ്പോൾ 2 കപ്പലുകളുണ്ട്. സുവിശേഷത്തിന് വേണ്ടി മാത്രം ട്രാക്റ്റുകളും പുസ്തകങ്ങളും ആയിട്ട് ഇങ്ങനെ സഞ്ചരിക്കും ലോകത്തിലെ അനേക രാജ്യങ്ങളിലേക്ക്. The day they had 1 ship, today they have 2 ships to take out the gospel literatures, tracts and all the gospel items to travel across the world. അവർക്ക് ആയിരക്കണക്കിന് ട്രക്കുകളുണ്ട്. അതെല്ലാം സുവിശേഷത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ട്രക്കുകളാണ്. നമ്മുടെ ട്രാൻസ്പോർട്ട് ബസ് പോലുള്ള വലിയ വാഹനങ്ങൾ. They have thousands of trucks and transport vehicles which all of them they use it for the purpose of the furtherance of the gospel, and they have been using it faithfully. ലോകത്തിലെ അനേക രാജ്യങ്ങളിൽ അവർക്ക് പ്രവർത്തനമുണ്ട്. They have their work across many countries in the world. ഞങ്ങൾ പ്രവർത്തിക്കുന്ന കാലത്ത് അന്ന് ഷിപ്പിലെ ക്യാപ്റ്റൻ ഉൾപ്പെടെ വണ്ടി ഓടിക്കുന്നവർക്ക് ആർക്കും ശമ്പളമില്ല. അവർ അങ്ങോട്ട് പൈസ കൊടുക്കണം. So those days when we were part of the organization, those who work in the ship and all this people, they don't get any salary. They have to give money from their own pockets. കർത്താവിനോട് സ്നേഹമായിട്ട് സ്വയം ചെലവിടാൻ മനസ്സുള്ളവർ മാത്രം തങ്ങളുടെ ഓർഗനൈസേഷനിൽ വന്നാൽ മതി എന്നുള്ളതായിരുന്നു അവരുടെ നിയമം. Their rule was those who have love for the Lord and those who can support by themselves only can work in this organization.
അതുകൊണ്ട് അവരോടുകൂടി പ്രവർത്തിക്കുവാൻ ഒരു അഡ്മിഷൻ ലഭിക്കുക ചെറിയ കാര്യമായിരുന്നില്ല. So to work with them or to get admission along with them was not a small thing. പട്ടിണി കിടക്കാനും അടികൊള്ളാനും വേണമെങ്കിൽ മരിക്കാനും കയ്യിൽ പണമുണ്ടെങ്കിൽ അത് കർത്താവിന്റെ വേലയ്ക്ക് കൊടുക്കാനും മനസ്സുള്ളവർ മാത്രം മതി അവരെ സംബന്ധിച്ചിടത്തോളം. യേശുവിനും അത് തന്നെയാണ് ഇന്നും വേണ്ടത്. As long as they were concerned, only those who were ready to be going hungry or being beaten or even to give their lives to death was what they were needing, and even that is what is needed from our Lord Jesus even in these days. ഞാൻ വളരെയധികം കൊതിച്ചു ആഗ്രഹിച്ചു അവരെന്നെ കൂടെ അവരുടെ ഒരു പ്രവർത്തകനായിട്ട് അംഗീകരിക്കാൻ. I was so much desirous and wanting them to accept me as one of their workers. എനിക്ക് പരിചയമുള്ള ഒരു OM പ്രവർത്തകനെ കണ്ടുപിടിച്ച് അദ്ദേഹത്തോട് റിക്വസ്റ്റ് ചെയ്ത് പ്രാർത്ഥിച്ച് അപേക്ഷിച്ച് അദ്ദേഹത്തിന്റെ റെക്കമെൻഡില് എനിക്ക് അവരോടുകൂടി പ്രവർത്തിക്കാൻ കഴിഞ്ഞു. അതിനേക്കാൾ ചെറിയ റെക്കമെൻഡ് മതിയായിരിക്കും ഒരു പക്ഷേ വെല്ലൂരൊക്കെ ഒരു ഡോക്ടറാകാൻ. One of my known persons who was known to OM, he had to recommend me, and somehow I got through the recommendation and we was becoming a partner there, and it is lesser recommendation needed for someone to be a doctor here in Vellore. എനിക്ക് ഭയങ്കര സന്തോഷമായി. So I was so happy and thrilled to be a part of them. യുപിയിലെ ഡെറാഡൂണിൽ ചെന്നായിരുന്നു ഞാൻ അവരോടൊപ്പം ജോയിൻ ചെയ്യേണ്ടത്. I went and joined them in Dehradun in Uttar Pradesh. അങ്ങനെ ഞാൻ വളരെ സന്തോഷത്തോടുകൂടി ഡെറാഡൂണിലെത്തി. Like that, with so much joy I reached Dehradun. അന്ന് അവിടുത്തെ റീജിയന്റെ ആള് ഡിസൂസ എന്ന് പറയുന്ന ഒരാളായിരുന്നു. അങ്ങനെ ഒത്തിരി ലീഡേഴ്സ് അവിടെ ഉണ്ടായിരുന്നു. എന്നെ അവരുടെ ഒരു അംഗമായിട്ട് അംഗീകരിച്ചു. In those days the regional leader was named as D'Souza, and there were a lot of leaders there, and they accepted me as one of their members. ഒരാഴ്ചത്തെ ഞങ്ങളുടെ ക്ലാസ് കഴിഞ്ഞ് ഞങ്ങളെ പല ടീമുകളായി തിരിച്ചു. എന്നെ ഒരു ട്രക്ക് ടീമിലാണ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സുവിശേഷമായി പോകുന്ന ഒരു ട്രക്ക് ടീമില് എന്നെ പെടുത്തി. ഇടുക്കിക്കാരനൊരു കുര്യൻ സാർ ആയിരുന്നു എന്റെ ലീഡർ. After 1 week of all classes, they put me in one of the truck teams, and Mr. Kurian was one of the leaders for those groups. ട്രക്ക് എന്ന് പറഞ്ഞാൽ ഒരു വലിയ ലോറി, തമിഴ്നാട്ടിലൊക്കെ കാണുന്ന പോലെ വലിയ ലോറി. A big lorry. അതിനകത്ത് ഞങ്ങൾ 8-10 പേർ. So inside 8 to 10 people were there. ആ ട്രക്ക് യൂറോപ്പിൽ നിന്ന് ഓടിച്ച് പാകിസ്ഥാൻ വഴിയോ നേപ്പാൾ വഴിയൊക്കെ കൊണ്ടുവന്നിരിക്കുകയാണ്. ഒരു സായിപ്പാണ്, ഒരു ബ്രിട്ടീഷുകാരനാണ് ഓടിക്കുന്നത്. അയാൾ ഓടിക്കുന്നതിന് കാശ് ഇവർക്ക് അങ്ങോട്ട് കൊടുക്കണം. അങ്ങനെ ആ വണ്ടിയെ കയറ്റുകയുള്ളൂ. So that truck was brought via road from Europe through Pakistan or Nepal, and those who drive the truck should give money at that side, and like that they have brought it here. ഞങ്ങളുടെ ട്രക്കിലെ ട്രെയിനിങ് രീതി എന്ന് പറഞ്ഞാൽ ഗോസ്പൽ പാക്കറ്റുകളുണ്ട്, അതുപോലെ തന്നെ ബൈബിൾ പാട്ടുകളൊക്കെ ഉള്ള പണ്ടത്തെ ഗ്രാമഫോൺ സിസ്റ്റം ഉണ്ട്. അതൊക്കെ ഞങ്ങൾ കൊടുക്കണം. ആ കൊടുത്ത് കിട്ടുന്ന പൈസ കിട്ടിയാൽ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാം, ഇല്ലെങ്കിൽ പട്ടിണി കിടന്നോണം. So in those trucks they had a lot of gospel literatures, the gramophone type of gospel, and if we sell it and get money out of it, we would be able to feed ourselves, otherwise we'll go hungry. സുവിശേഷ വിരോധികൾക്കാണ് ഇത് കൊടുത്തിട്ട്, ഈ സുവിശേഷ പാക്കറ്റ് കൊടുത്തിട്ട് 5 രൂപയുടെ സുവിശേഷ പാക്കറ്റ് കൊടുത്തിട്ട് 1 രൂപ മേടിക്കണം. അതാണ് നിയമം. For the enemies of the gospel, this packet costing 5 rupees we have to give and get only 1 rupees, and that was the rule. ആ 1 രൂപയ്ക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഭക്ഷണം കഴിക്കാം. With that 1 rupee you can have some food. അപ്പൊ അതിനകത്ത് ബിസിനസ് ചിന്തകളൊന്നുമില്ല. So in that there was no business mind. അപ്പൊ ഞങ്ങളിത് ഓരോ ട്രക്ക് ഒരു സ്ഥലത്ത് നിർത്തി ഈ ഗോസ്പൽ പാക്കറ്റുകളുമായിട്ട് കടന്നു ചെല്ലും. So we were stopping this gospel truck in each place and going around with this gospel packets. യുപിക്കാരോട് ഹിന്ദിയിൽ സംസാരിക്കാൻ അറിഞ്ഞുകൂടാ. With the people in UP, I didn't know how to speak in Hindi. എങ്കിലും അല്പം ചിലതൊക്കെ ഇങ്ങനെ ചെറുതായിട്ടൊക്കെ പഠിച്ചു. So a little bit of languages I learned. കഹാനിയെ 25 പൈസേ എന്നൊക്കെ പറയും. പിന്നെ ഇവരുടെ മുഖഭാവം കണ്ടോണ്ടാണ് ഇത് തെറി പറയുകയാണോ അതോ സ്നേഹമാണോ എന്ന് ഇവരുടെ മുഖഭാവം കണ്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. So some few languages I knew about 25 paise, and with their body language only I could understand what was their response.
ഓ ഭഗവാൻ കി കഹാനി എന്നൊക്കെ പറഞ്ഞ് ചിലരൊക്കെ പൈസ തരും, ചിലർ അങ്ങനെ ഞങ്ങളെ 100-100 പാക്കറ്റൊക്കെ ഞങ്ങള് വിൽക്കുമായിരുന്നു. So this is the story of God, and like that some people used to have some mercy on us, and a few paisas we used to get, and we used to sell 100 packets. സന്ധ്യയാകുമ്പോൾ ഞങ്ങൾ ട്രക്ക് ഏതെങ്കിലും ഒരു റോഡ് സൈഡിൽ ഒതുക്കും. As the evening comes, we would park the truck in one of the side of the roads. അവിടെ ഭക്ഷണം ഉണ്ടാക്കാൻ ടീമുണ്ട്. ഞങ്ങളെ മാറി മാറി ഇങ്ങനെ ഓരോ ടീമിൽ പെടുത്തും. ആ ടീം ഭക്ഷണം ഉണ്ടാക്കും. There will be one team to make the food, and each of them will be posted in different teams. ഞങ്ങളുടെ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് ആ റോഡ് സൈഡിൽ തന്നെ ഞങ്ങൾക്ക് സ്ലീപ്പിംഗ് ബാഗുകളുണ്ട്. അതിനകത്ത് കയറി ആ റോഡ് സൈഡ് ചിലർ വണ്ടിയുടെ അടിയിലും ചിലർ ക്യാബിനിലും ചിലർ റോഡ് സൈഡിലും കിടക്കും. After all the prayer and the food, we had the sleeping bags, and each of them would sleep either under the truck or in the cabin or on the sides of the road. രാവിലെ 5 മണിയാകുമ്പോൾ ഞങ്ങൾക്ക് എഴുന്നേക്കണം. As 5 o'clock in the evening we have to get up. അരമണിക്കൂർ എക്സസൈസ് ഉണ്ട്. Half an hour there is an exercise. അത് കഴിഞ്ഞ് ഡിവോഷൻ ഉണ്ട്. Then there is a devotion. ബൈബിൾ സ്റ്റഡി ഉണ്ട്. There is a Bible study. എല്ലാം ആകുമ്പോൾ ഒരു 8 മണിയാകുമ്പോൾ കഴിയും. All will be finishing by 8 o'clock. അപ്പോഴേക്കും ഒരു ടീം ഞങ്ങൾക്ക് വേണ്ടിയുള്ള ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ഉണ്ടാക്കും. ഞാനാണ് അതിലുണ്ടെങ്കിൽ ഞങ്ങൾ ആ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കും. One team will make the breakfast. If I am part of it, we will make it. അതെല്ലാം കഴിഞ്ഞാൽ പിന്നെ യാത്രയാണ്. After that, we will begin our journey for that day. ആ യാത്രയില് അനേക അനുഭവങ്ങൾ ഉണ്ടായി. In those journeys, lot of experiences the Lord gave. UP വളരെ മനോഹരമായ ഒരു വലിയ സ്റ്റേറ്റ് ആണ്. ലക്നോയും അങ്ങനെ അലഹബാദും ഒക്കെ നെഹ്റുവിന്റെയും ഇന്ദിരാഗാന്ധിയുടെയും ഒക്കെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളാണല്ലോ. ഇപ്പോഴ് പ്രിയങ്ക ഗാന്ധി അറസ്റ്റ് ചെയ്ത് അവര് സീതാപൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ ഒക്കെ ഞങ്ങൾ ഇങ്ങനെ യാത്ര ചെയ്തു. UP is a very beautiful state. There are a lot of important cities like Allahabad and lot of places. Even now, the Priyanka Gandhi is arrested in that. The place is there in UP. അവിടെ ഒരിക്കൽ ഞങ്ങൾ ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആൾക്കാർ ഇങ്ങനെ വട്ടം നിൽക്കുകയാണ്. ഒരു മനുഷ്യൻ അവിടേക്ക് വന്നു. Once when we were preaching, people were standing in a group in a circle, and one person came there. ആ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരെയും അയാൾ കൈ നിവർത്തി അടിച്ചു. Whoever were listening to us, all of them, they laid their hands and begged him. ആരും അയാളെ എതിർത്തില്ല. No one was there to stand against him. അദ്ദേഹം ഏതോ വലിയൊരു മനുഷ്യനായിരിക്കും ആ നാട്ടിലെ. He must have been a big person in that city. ഇവരെ എല്ലാം അടിച്ചു കഴിഞ്ഞ് ഞങ്ങളെ അടിക്കും എന്നോർത്ത് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് ആ ഭാഗ്യം ഉണ്ടായില്ല. അയാൾ ഞങ്ങളെ അടിക്കാതെ പോയി കളഞ്ഞു. So we thought we will also have the opportunity, privilege to be beaten by him, but after beating them, he went off his own way. അങ്ങനെ ഞങ്ങളുടെ വാഹനം നൈനിത്താളിന്റെ മേഖലകൾ, തേരിയുടെ മേഖലകൾ, ഹിമാലയ മേഖലകളിലേക്ക് തിരിച്ചു. ഗംഗയും ഒക്കെ കണ്ട് അവിടെയൊക്കെ സുവിശേഷം പറഞ്ഞ ഗംഗാ നദിയുടെ തീരങ്ങളിലൂടെയൊക്കെ നടന്ന് ഞങ്ങള് ക്ഷേത്ര നഗരികളിലൊക്കെ ട്രാക്റ്റുകൾ വിതരണം ചെയ്ത് ബദ്രിനാഥ് എന്ന് പറയുന്ന സ്ഥലത്തെത്തി. Like that, we went through the hill regions of Nainital and went through Ganges, and we shared the gospel tracts we gave, and finally we reached this Badrinath. ബദ്രിനാഥ് ഹിമാലയം മലനിരകളിൽ ഉള്ള ഒരു പ്രധാന ക്ഷേത്രമാണ്. അവിടെ തണുപ്പ് കാലങ്ങൾ പോകാനൊക്കെയുള്ള കാരണം അവിടെ മുഴുവൻ മഞ്ഞ് മൂടിക്കിടക്കും. This Badrinath place is a very important worship place, religious place in those Himalayas. Even in the winter regions, you cannot go there because a lot of snow will be there. ജൂൺ ജൂലൈ മാസങ്ങളില് ഒരുപക്ഷെ 40-50 ഡിഗ്രി ചൂടുള്ള ആ സമയങ്ങളിൽ ഹിമാലയ മലയുടെ മുകളിലുള്ള ആ ക്ഷേത്രത്തിന്റെ കുറെ പരിസരം മാത്രം മഞ്ഞുരുകി മാറും. അപ്പോൾ ജനങ്ങൾ അവിടെ കടന്നു വരും. In the months of June and July, when the fog and snow melts off, few people will come there. Those time only people will gather there. അങ്ങനെ ഞങ്ങളുടെ സായിപ്പ് ഈ മലയിൽ ബദ്രിനാഥിലേക്ക് ആ ട്രക്ക് ഓടിച്ചു. Like that, this person who was driving the truck, he brought us to this Badrinath. ഞങ്ങൾ ബദ്രിനാഥിൽ ചെന്നപ്പോൾ വണ്ടികളെല്ലാം മലയുടെ മുകളിലേക്ക് ബാക്ക് വശം കയറ്റി ഫ്രണ്ട് വശം എളുപ്പം ഇറങ്ങി പോകത്തക്ക നിലയിൽ ഇങ്ങനെ ഇട്ടിരിക്കുന്ന കണ്ടു. When we climbed those Himalayas, those regions, everyone had parked their vehicle reverse so that they can go down easily. പക്ഷെ ഞങ്ങളുടെ സായിപ്പിനോ ഞങ്ങൾക്കോ എന്താണ് അതിന്റെ കാര്യമൊന്നും മനസ്സിലായില്ല. But our foreigner driver or us, we didn't understand what was the reason behind. ഞങ്ങൾ അവിടെ ആ ഗ്രൗണ്ടിൽ തന്നെ ഇട്ടു. We went and parked it in that ground itself. ധീരന്മാരായ OM പ്രവർത്തകർ പ്രസംഗിക്കാനും ട്രാക്ട് കൊടുക്കാനും തുടങ്ങി.
all the brave OM workers, they started preaching and started sharing the gospel tracts. അപ്പൊ അന്ന് എനിക്കായിരുന്നു പാത്രം കഴുകാനും ഫുഡ് ഉണ്ടാക്കാനുമുള്ള ടീമിൽ ഞാനായിരുന്നു. ഈ മഞ്ഞുമലയിൽ നിന്നുള്ള വെള്ളത്തില് ആ പാത്രം കഴുകിയതെല്ലാം ഇന്നെന്നവണ്ണം ഓർക്കുന്നു. That day I got the chance to wash the vessels and be a part of the food preparation team, and today also I hear about it. ആദ്യം എനിക്ക് ഭയമാണ് ഉണ്ടായത് ആ ക്ഷേത്ര നഗരിയിൽ സുവിശേഷം പ്രസംഗിക്കുക എന്നുള്ളത്. ലോകത്തിലെ വലിയൊരു തീർത്ഥാടന കേന്ദ്രമാണത്. So the preaching in those places was a great this thing. It was like a great place of pilgrimage. കുറെ കഴിഞ്ഞപ്പോൾ ഞാൻ തോന്നി ക്രിസ്തുവിന് വേണ്ടി മരിക്കാൻ ഇറങ്ങിയതാണല്ലോ, പിന്നെന്തിനു ഭയം? ഓടി നടന്ന് ട്രാക്റ്റുകൾ വിതരണം ചെയ്യാൻ ദൈവം എനിക്കും പിന്നീട് ധൈര്യം നൽകി. After some time I got this thought, I got out to preach the gospel, then why should I fear? I went out fearlessly giving out the gospel tracts even there. അങ്ങനെ ഞങ്ങൾ തിരിച്ചു വന്നു. ഞങ്ങളുടെ സായിപ്പ് വണ്ടി സ്റ്റാർട്ട് ചെയ്തു. Again we came back and our foreigner, the driver, he started the vehicle. വണ്ടി സ്റ്റാർട്ട് ആകുന്നില്ല. The vehicle was not starting. തണുപ്പ് കൊണ്ട് ഈ ഡീസൽ പമ്പുകളിലെല്ലാം ഇത് ഫ്ലോ ചെയ്യാൻ കഴിയാത്ത നിലയിലായി കഴിഞ്ഞു. Because of the very cold temperature, because the diesel was not flowing into the pumps and vehicle was not starting. അപ്പോഴാണ് സാഹിബിന് ഞങ്ങൾക്ക് മനസ്സിലായി അവിടെ ഡ്രൈവർമാരുടെ ബുദ്ധി വണ്ടിയെല്ലാം അതിന്റെ ബാക്ക് വശം മലയുടെ മുകളിലേക്ക് കയറ്റി ഇങ്ങനെ ഇറക്കിയിരിക്കുന്ന ആ ഇറക്കത്തിൽ ഓടി സ്റ്റാർട്ടാകാൻ വേണ്ടിയാണ് അവർ ഇട്ടിരുന്നതെന്ന് അപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. That time only we understood that all the drivers had parked it in reverse in a slope so that to start it they could just slide it and so that they could start the engine. ഒരു വണ്ടിയിൽ കെട്ടിവലിച്ച് ഓടിയിട്ടും ഞങ്ങളുടെ വണ്ടി സ്റ്റാർട്ട് ആയില്ല. Even after we tried to another vehicle to drive it across, still our vehicle did not start. അവസാനം കുറെ ഒരു നെരുപ്പോട് ചൂട് ഈ ടാങ്കിന്റെ കീഴിൽ കൊണ്ടുവന്ന് വെച്ച് ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ വണ്ടി സ്റ്റാർട്ടായി. After they took some part of coals to bring in some heat, after some time we kept it under the tank and then the vehicle started. അങ്ങനെ 4 മാസം പിന്നിട്ടപ്പോൾ ഹൃദയ സന്തോഷത്തോടുകൂടി എന്റെ സെക്കൻഡ് ഇയർ പഠനത്തിന് വേണ്ടി ഞാൻ ഹരിയാനയിലേക്ക് മടങ്ങി. Like that, after this 4 months of wonderful vacation, I returned to Haryana to continue my Bible college studies. ദൈവം അനുവദിക്കുകയാണെങ്കിൽ എന്റെ അനുഭവ സാക്ഷ്യം അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചിന്തിക്കാം. God willing, we will learn more about my life experiences in the coming weeks. ഇന്ന് നമ്മൾ വെളിപ്പാട് പുസ്തകത്തിലെ ലവോദിക്ക സഭയെക്കുറിച്ചാണ് പഠിക്കുവാൻ പോകുന്നത്. Today we are learning from the book of Revelation about the church in Laodicea. വെളിപ്പാട് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന 7 സഭകളിലെ അവസാനത്തെ സഭയാണ് ലവോദിക്ക സഭ. Among the 7 churches written in the book of Revelation, the last church is the church of Laodicea. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 14 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിലാണ് നമ്മൾ ലവോദിക്ക സഭയെക്കുറിച്ചുള്ള ഭാഗങ്ങൾ വായിക്കുന്നത്. We see about the church of Laodicea mentioned in Revelation chapter 3 verse 14 to 22. ഞാനത് മലയാളത്തിൽ വായിക്കാം. ഡോക്ടർ ജസ്റ്റിൻ മേ റീഡ് ഇൻ ഇംഗ്ലീഷ് പ്ലീസ്. Yes. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 14 മുതലുള്ള വാക്യങ്ങൾ. ലവോദിക്ക സഭയുടെ ദൂതൻ എഴുതുക: വിശ്വസ്തനും സത്യവാനുമായി സാക്ഷിയായി ദൈവസൃഷ്ടിയുടെ ആരംഭമായ ആമേൻ എന്നുള്ളവൻ അരുളി ചെയ്യുന്നത്. Yes, read it. And to the angel of the church of the Laodiceans write, these things say the Amen, the faithful and true witness, the beginning of the creation of God. ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. നീ ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല. ശീതവർഷവാനായിരുന്നു എങ്കിൽ കൊള്ളാമായിരുന്നു. I know your works, that you are neither cold nor hot. I could wish you were cold or hot. ഇങ്ങനെ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല ശീതോഷ്ണവാനാകിയാൽ നിന്നെ എന്റെ വായിൽ നിന്ന് ഉമിണ്ണു കളയും. So then, because you are lukewarm and neither cold nor hot, I will vomit you out of my mouth. ഞാൻ ധനവാൻ സമ്പന്നനായിരിക്കുന്നു എന്ന് എനിക്കൊന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നീ നിർഭാഗ്യനും അരിഷ്ടനും ദരിദ്രനും കുരുടനും നഗ്നനും എന്ന് അറിയാതിരിക്കുകയാൽ, because you say I am rich, I have become wealthy and have no need of nothing, and do not know that you are wretched, miserable, poor, blind and naked. നീ സമ്പന്നനാകേണ്ടതിന് തീയിൽ ഊതിക്കൊഴിച്ച പൊന്നും നിന്റെ നഗ്നതയുടെ ലജ്ജ വെളിവാകാതെ വണ്ണം ധരിക്കേണ്ടതിന്
വെള്ളയുടുപ്പും നിനക്ക് കാഴ്ച ലഭിക്കേണ്ടതിന് കണ്ണിൽ എഴുതുവാൻ ലേപവും എന്നോട് വിലയ്ക്ക് വാങ്ങുവാൻ ഞാൻ നിന്നോട് ബുദ്ധി പറയുന്നു. I counsel you to buy from me gold refined in the fire, that you may be rich, and white garments, that you may be clothed, that the shame of your nakedness may not be revealed, and anoint your eyes with eye salve, that you may see. എനിക്ക് പ്രിയമുള്ളവരെ ഒക്കെയും ഞാൻ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു. ആകയാൽ നീ ജാഗ്രതയുള്ളവനായിരിക്കുക, മാനസാന്തരപ്പെടുക. As many as I love, I rebuke and chasten. Therefore be zealous and repent. ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവന്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടി അത്താഴം കഴിക്കും. Behold, I stand at the door and knock. If anyone hears my voice and opens the door, I will come into him and dine with him, and he with me. ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ എന്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും. ഞാനും ജയിച്ച് എന്റെ പിതാവിനോടുകൂടെ അവന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്ന പോലെ തന്നെ. To him who overcomes, I will grant to sit with me on my throne, as I also overcame and sat down with my Father on his throne. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. He who has an ear, let him hear what the Spirit says to the churches. വെളിപ്പാട് പുസ്തകം 2-3 അധ്യായങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന 7 സഭകൾ, The 7 churches which are written in Revelation chapter 2. ആ 7 സഭകൾ നിലവിലുണ്ടായിരുന്ന സഭകളാണ്. Those 7 churches were literally there in those days. ആ സഭകളോടുള്ള അക്ഷരീകമായ മെസ്സേജുമായിരുന്നു അത്. And those messages were the literal messages spoken to them in those days. എന്നാൽ വേദപുസ്തകത്തിൽ അത് എഴുതിയിരിക്കുന്നതിന്റെ കാരണം, But the reason that is written in the Bible, അത് നമ്മോടുള്ള ദൂതും കൂടി ആയതുകൊണ്ടാണ്. it is also a message to each one of us. കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നത് കൊണ്ട് Because the Lord loves us, നാം നിത്യനരകത്തിൽ പോകാതെ he doesn't want us to go into eternal hell. കർത്താവിനോടൊപ്പം ജീവിക്കേണ്ടതിന് വേണ്ടി നമുക്ക് നൽകുന്ന ഉപദേശങ്ങൾ, The messages for us to live with God eternally is what the Lord is giving the advices. അപ്പോൾ ഈ വചനങ്ങൾ വായിക്കുമ്പോഴെല്ലാം നമ്മളുമായിട്ട് ഇതിനെ താരതമ്യപ്പെടുത്തി പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഇതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകുകയുള്ളൂ. So whenever we read these messages, whenever we put it in applying to our own life, will it be beneficial to us? ഉദാഹരണമായിട്ട് യൂദായെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് ഒത്തിരി കാര്യം പറയാൻ കഴിയും. അവൻ എന്ത് ദ്രോഹമാ ചെയ്തത്, അങ്ങനെ ചെയ്തില്ലേ, ഇങ്ങനെ ചെയ്തില്ലേ, നമുക്ക് ഒത്തിരി കാര്യം പറയാം. അതുകൊണ്ട് നമുക്കൊരു ഗുണവും ഉണ്ടാകുകയില്ല. For example, when we read about Judah, he did so many bad things, so many wrong things. We have knowledge of it, and it will not be useful for us. അതിന് പകരമായിട്ട് ദൈവമേ, എനിക്ക് ജൂദായെ പോലെ ദ്രവ്യാഗ്രഹം ഉണ്ടോ, ഞാൻ എന്റെ കർത്താവിനെ തള്ളി പറയുന്നുണ്ടോ എന്നൊരു ചിന്തയാണ് ഉണ്ടെങ്കിൽ അത് എനിക്ക് പ്രയോജനം ചെയ്യും. But in spite of that, if we think that like Judah's Lord, do I have the love for money, or am I betraying the Lord Jesus? If we correlate with our life, it will be beneficial to us. ഇങ്ങനെ ബൈബിൾ വായിച്ചെങ്കിൽ മാത്രമേ നമുക്കതുകൊണ്ട് പ്രയോജനം ഉണ്ടാകുകയുള്ളൂ. Only when we read the Bible like this will we have some benefit from it. വളരെ മനോഹരമായ ഒരു പട്ടണമായിരുന്നു ലവോദിക്യ. Laodicea was a beautiful city in those days. ഇന്നത്തെ ടർക്കിയിലെ മോഡേൺ ഡാൻസിലിയ എന്നടുത്ത് ലാറ്റിക്കായ് എന്ന പേരിലാണ് ലവോദിക്ക എന്നറിയപ്പെടുന്നത്. Today Laodicea is known in the name of Latican in the modern day Turkey. അതിന് പേര് വരുവാനൊരു കാരണമുണ്ട്. ഈ പേര് വരുവാനൊരു കാരണമുണ്ട്. The reason of this name also is there. അന്ത്യോക്യസ് രണ്ടാമൻ ഭരിക്കുന്ന കാലത്ത് അദ്ദേഹത്തിന്റെ ഭാര്യയായ ലയോഡീസിയയുടെ ഓർമ്മയ്ക്ക് വേണ്ടിയാണ് ഈ ലവോദിക്ക എന്ന പേര് ഇട്ടത്. The time when Antiochus II was reigning in this empire, in the memory of his wife's name Laodicea was this city named. ആ ഗ്രീക്ക് കാലങ്ങളെല്ലാം കഴിഞ്ഞ് റോമൻ ഭരണത്തിലേക്ക് വന്നപ്പോൾ ഈ പട്ടണം വളരെയധികം പുരോഗമിച്ചു. After the time of the Greeks, when the Roman people were ruling, this city grew forward. കാരണം ഈ പട്ടണം ഒരു ലൈക്കസ് നദിയുടെ തീരത്തായിരുന്നു. Because this city was near this Lycus river. കാരവാൻസ്, അന്നത്തെ വ്യാപാരികൾ, യാത്രക്കാർ ആ വഴിയെ പോകുമായിരുന്നു. Many caravans, many travelers used to travel across the city. അതുകൊണ്ട് വളരെയധികം ബിസിനസ്സുകൾ അവിടെ നടക്കുമായിരുന്നു. Therefore, a lot of trades and businesses used to take place. അത് മാത്രമല്ല, Not only ഇവർക്ക് ധാരാളം തുണിത്തരങ്ങൾ
കണ്ണുമായി ബന്ധപ്പെട്ട് കൺമഷിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള തൈലങ്ങൾ, ടിമ്പർ, തടികൾ, ഇതൊക്കെ ധാരാളം വ്യാപാരം ചെയ്യുവാനുണ്ടായിരുന്നു. So they had a lot of trading of their textiles, their garments, their various ointments and the timbers. They were doing the trading. അത് മാത്രമല്ല, റോമാക്കാരുടെ ആംബി തിയേറ്റേഴ്സും ജിംനേഷ്യവും സ്റ്റേഡിയവും ഒക്കെ ഈ ലവോദിക്കയിൽ ഉണ്ട്. അതിന്റെ അവശിഷ്ടങ്ങൾ ഇന്നും ഉണ്ടായി. Not only that, the Roman amphitheaters, their stadiums, their gymnasiums, all were present. The remnants of it is even seen this day. അങ്ങനെ അവിടെ ഉള്ളവരൊക്കെ വലിയ സമ്പന്നരായിരുന്നു. So that means those people who were there were very wealthy people. ഈ ദൂത് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ അതിന്റെ ആ പശ്ചാത്തലം മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ ഓർപ്പിക്കുന്നത്. If you have to understand this message, we need to understand the background of it. That is why, as an introduction, I'm giving it to you. വളരെ മനോഹരമായ ഒരു പട്ടണമായിരുന്നെങ്കിലും ഇവർക്ക് കുടിവെള്ളം, കടൽ വെള്ളമുണ്ട്, പക്ഷെ കുടിവെള്ളം കിട്ടാൻ വലിയ പ്രയാസമായിരുന്നു. Though it was a beautiful city, they only had the sea water. The drinking water was very scarce. അതിനവർ കനാലുകൾ ഉണ്ടാക്കി, കൃത്രിമ അക്വഡക്റ്റുകൾ ഉണ്ടാക്കി. So they had built canals and aqueducts so that they could get the water supply. നല്ല തണുത്ത വെള്ളമാണ് അവർ അവിടേക്ക് കൊണ്ടുവന്നത്. They used to get very cool water in that place. പക്ഷേ അതിങ്ങനെ ഒഴുകി ഒഴുകി വരുമ്പോഴത്തേക്ക് ഇത് ചൂടുവെള്ളവുമല്ല തണുത്ത വെള്ളവും അല്ലാത്ത ഒരു സൈസ് വാട്ടവെള്ളം പോലെ ആ വെള്ളമാകും. But when the water flowed into that place, it is not cold or not hot. It is in between. അതുകൊണ്ടാണ് കർത്താവ് നീ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല എന്നൊക്കെയുള്ള വാക്കുകൾ പറയുമ്പോൾ അവർക്ക് നന്നായി അത് മനസ്സിലാകും. That is why when the Lord is mentioning to them, you are neither cold nor hot, they understood what it meant. നീ സമ്പന്നൻ, എനിക്കൊന്നിനും മുട്ടില്ല എന്നൊക്കെ അവർ പറയുന്നത് അവർക്ക് ഈ ദൂത് വളരെയധികം മനസ്സിലാകും. You are rich and you have no need of anything. When the message was spoken to them, they understood what was it. ഇവിടെ ഒരു വലിയ ഭൂകമ്പം ഉണ്ടായി. Here a great earthquake happened. പക്ഷെ റോമാക്കാര് ഹാദ്യന്റെ കാലത്തൊക്കെ അത് വീണ്ടും അവർ പണിതെടുത്തു. But the Roman emperors in their empire time, they again built up the city. എന്നാൽ 5-ാം നൂറ്റാണ്ടിൽ ഉണ്ടായ ഭൂകമ്പത്തോടുകൂടി ലവോദിക്ക പിന്നെ ഒരിക്കലും പണിതുയർന്നിട്ടില്ല. But by another earthquake by the 5th century AD, the Roman people could not again build up the city. ഇന്നും പൗരാണിക മഹത്വം പേറിക്കൊണ്ട് അത് തകർന്നു കിടക്കുന്നു. Even today, because of those emperors' decisions, it is still destroyed. ഇവിടെ ഒരു സഭയുണ്ടായിരുന്നു, ഇന്ന് അവിടെ സഭയില്ല. Here there was a church, but today there is no church there. പക്ഷെ ആ സഭയോടുള്ള ദൂത് നമ്മളോടുള്ള ബന്ധത്തിൽ ഇന്നുണ്ട്. But that message to that church is also spoken to us today. 7 സഭകളിലും കർത്താവ് വെളിപ്പെടുന്നത് വ്യത്യസ്തമായ രീതിയിലാണെന്ന് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞു. In the 7 different churches, the way that the Lord is dealing with those churches is in 7 different ways. ഇവിടെ കർത്താവ് വെളിപ്പെടുന്നത് 3-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ വളരെ വ്യത്യസ്തമായ രീതിയിലാണ്. Here the Lord is speaking to them in a different manner. ലവോദിക്ക സഭയുടെ ദൂതൻ എഴുതുക, വിശ്വസ്തനും സത്യവാനുമായ സാക്ഷിയായി ദൈവസൃഷ്ടിയുടെ ആരംഭമായ ആമേൻ എന്നുള്ളവൻ അരുളി ചെയ്യുന്നത്. And to the angel of the church of the Laodiceans write, these things says the Amen, the fruitful and true witness, the beginning of the creation of God. ഇവിടെ കർത്താവ് പരിചയപ്പെടുത്തുകയാണ് വിശ്വസ്തൻ. Here the Lord is introducing as the faithful person. സത്യവാൻ, he is the one who is true. സത്യവാനായ സാക്ഷി, true witness, ദൈവസൃഷ്ടിയുടെ ആരംഭം, beginning of the creation of God. ആമേൻ. നമ്മളെല്ലാം ആമേൻ പറയാറുണ്ട്, പക്ഷെ ഇവിടെ കർത്താവിന്റെ ഒരു പേര് തന്നെയാണ് ആമേൻ. Here we all say Amen, but here one of the names of our Lord is Amen. ഈ 5 ടൈറ്റിലാണ് യേശു തന്നെ പരിചയപ്പെടുത്തിക്കൊണ്ട് ഇവരോട് സംസാരിക്കുന്നത്. In this 5 different titles is the way that the Lord Jesus is introducing himself and speaking to them. ഈ 5 കാര്യങ്ങളും ഇവരിൽ ഉണ്ടാകണം, ഇവരോട് ഇത് ഉപദേശിക്കുവാൻ താൻ യോഗ്യനാണ് എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് കർത്താവ് അവരോട് സംസാരിക്കുന്നത്. The Lord is speaking to them that these 5 titles should also be evident in them, and they should understand these. That is why he is introducing to them in these titles. ഒന്ന്, കർത്താവ് വിശ്വസ്തനാണ്. One is God is faithful. അവൻ വാക്കു പറഞ്ഞാൽ പാലിക്കുന്നവനാണ്. If he says a word, he will keep it. എനിക്ക് ഒരു അനുഭവങ്ങൾ പറയാനുണ്ട്. ഈ
പ്ലാറ്റ്ഫോമില് സോമരാജ് ഉണ്ടോ? ഈ പ്ലാറ്റ്ഫോമിൽ സോമരാജ് ഉണ്ടോ? I want to share an experience in this platform. Is the Somraj there? അദ്ദേഹം ഉണ്ടായിരിക്കണം. ഞാൻ നോക്കി. ഞാനുണ്ട്. ഓക്കെ. ഗോഡ് ബ്ലെസ് യു. എനിക്ക് ഈ സോമരാജിന്റെ ഒരു അനുഭവം പറയാനുണ്ട്. I want to share an experience of this brother Somraj. ഞങ്ങൾ ഈ അമ്മൂമ്മ കഥകൾ പറയുന്നവരല്ല. We don't just say grandmother stories. ഞങ്ങൾക്ക് ഒതന്റിറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളെ ഞങ്ങൾ വിശ്വസിക്കുകയുള്ളൂ, പറയുള്ളൂ. We believe and we also say the authentic things. റാന്നി വൃന്ദാവനംകാരനാണ് ഈ സോമരാജ്. The Somraj belongs to Rani place. ഒരു നായർ കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത്. He was born in a Nair family. അവർക്ക് വൃന്ദാവനം ജംഗ്ഷനിൽ കടയുണ്ടായിരുന്നു. They had a shop in the Vrindavan junction. സോമരാജൻ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചു. The Somrajan, he accepted the Lord Jesus as his personal savior. തന്നെ വീട്ടിൽ നിന്ന് ഇറക്കി. He was thrown out of his house. രാത്രിയിൽ കൊറ്റനാട്ട് പഞ്ചായത്തിലെ ആ കപ്പക്കാടിൽ പോയി കിടക്കും. In the night times in that panchayat, he used to go and sleep in those forests. തനിക്കൊരു വസ്ത്രം തന്റെ വസ്ത്രം എടുക്കാനായിട്ട് ചെന്നപ്പോൾ അമ്മ വെട്ടുകത്തിയുമായിട്ട് ഓടിച്ചു. When he went to take a cloth from his home, his mother drove him with a knife. ഒരു രാത്രിയിൽ ഒരു കൺവെൻഷൻ കഴിഞ്ഞ് ഞാൻ വരുമ്പോൾ സോമരാജിന്റെ ഫാദറിനെ ഞാൻ കണ്ടു. One night after finishing convention, when I came, I met the father of Somnath. എനിക്കറിയാം ഇദ്ദേഹം തന്റെ മകനെ വീട്ടിൽ നിറയ്ക്കുകയാണെന്നറിയാം. I understood that this person has put his son out of his house. ഞാൻ അദ്ദേഹത്തിന്റെ കടയുടെ മുൻപിൽ എന്റെ സ്കൂട്ടർ നിർത്തി. I stopped my scooter in front of his shop. അദ്ദേഹം കടയിൽ നിന്ന് ഇറങ്ങി വന്നു. He came from his shop. ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. I was alone. രാത്രി ഒരു 10 മണിയായി കാണും. It must have been around 10 p.m. in the night. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ മകൻ സോമരാജിന്റെ ഒരു സ്നേഹിതനാണ് ഞാൻ. എന്റെ പേര് ഗോപാലകൃഷ്ണൻ, ഞാനൊരു സുവിശേഷം പ്രസംഗിച്ചിട്ട് വരികയാണ്. I told him, I'm the friend of your son. My name is Gopalakrishna. I've just preached in a gospel meeting and come here. ഞാൻ ഉടക്കുകയാണെങ്കിൽ ഉടക്കിക്കോട്ടെ എന്നുള്ള നിലയിലാണ് ഞാൻ അവിടെ നിർത്തിയതെന്ന് സംസാരിച്ചത്. I spoke to him, even if he becomes enemy, it's okay. I spoke to him boldly. പക്ഷെ എന്തോ അദ്ദേഹം എന്നോട് എതിർത്തില്ല. But somehow he did not speak anything against me. എനിക്ക് അദ്ദേഹത്തോട് സുവിശേഷം പറയാൻ കഴിഞ്ഞില്ല. ഞാൻ പിന്നെ പോന്നു. അന്ന് സോമരാജ് ഞങ്ങളോടൊപ്പം മുണ്ടിപ്പള്ളി താമസിക്കുകയാണ്. So that day Somrajan was staying with us in Mundiapalli. I couldn't share the gospel with his father. സോമരാജന്റെ പിതാവ് പിന്നെ മരിക്കുകയാണ്. After that, the father of the Somrajan passed away. തനിക്ക് പിതാവിന്റെ അടുക്കലേക്ക് പോകണമെങ്കിലും എതിർപ്പുണ്ടാകുമെന്നുള്ള ഭയം തന്നെ ബാധിച്ചിരുന്നു. Though he wanted to go to near his father, there will be oppositions. He was fearing about it. ഞാൻ സോമരാജിനെ എന്റെ സ്കൂട്ടറിന്റെ പുറകിൽ വെച്ച് വൃന്ദാവനത്തിൽ ചെന്നു. So I took Somrajan in my scooter and went to that Vrindavan place. ഡെഡ് ബോഡിയുടെ മുമ്പിൽ നിന്ന് ഞാൻ യേശുവിനെ പ്രസംഗിച്ചു. In front of the dead body, I stood and preached about the Lord Jesus. അതൊക്കെ അത്ഭുതത്തിന്റെ കഥകളാണ്. Those were very miraculous stories. അതല്ല ഞാൻ പറഞ്ഞു വരാൻ പോകുന്നത്. I didn't want to share about that. വീട്ടിൽ നിന്ന് ഇറക്കപ്പെട്ട കപ്പക്കാടിൽ യേശുവിന് വേണ്ടി കിടന്ന സോമരാജന് ഇന്ന് കോഴഞ്ചേരിയിൽ 2 വീട് സ്വന്തമായിട്ടുണ്ട്. The one who was thrown out of his house and was staying in the forest in those nights, today in Kolanjeri, Somrajan has 2 houses. ഇംഗ്ലണ്ടിലെ പീറ്റർബോറോയിലും അദ്ദേഹത്തിന് വീടുകളുണ്ട്. ഞാൻ ആ വീട്ടിൽ താമസിച്ചിട്ടുണ്ട്. In England, in Peterborough, also he has a home and I have stayed in those homes. കർത്താവ് പറഞ്ഞു, നിങ്ങൾ എന്റെ നാമത്തിൽ പിതാവിനെയോ മാതാവിനെയോ നിലങ്ങളെയോ നഷ്ടപ്പെടുത്തിയാൽ കക്ഷതയോടുകൂടി ഈ ഭൂമിയിൽ തന്നെ 100 മടങ്ങ് നൽകും എന്ന് വാക്ക് പറഞ്ഞ കർത്താവ് വിശ്വസ്തനാണ്. The Lord said, if you have forsaken your mother or father or your household for my name's sake, you will receive it 100-fold even in this world. And the God who promised is faithful. കർത്താവ് തന്റെ വാഗ്ദത്തത്തിൽ വിശ്വസ്തനാണ്. The Lord is faithful in his promises. എനിക്കും നിങ്ങൾക്കും അതുപോലെ വിശ്വസ്തരാകാൻ ഒക്കെയല്ല. For me and you, we cannot become so faithful like that. നല്ലൊരു ഭർത്താവ് ഉണ്ടെങ്കിലും നിങ്ങളുടെ ഭർത്താവ് നിങ്ങൾക്ക് സഹായമാകണമെന്നൊന്നുമില്ല. Even though you may have a good husband, it need not be that he may be useful all the time. നല്ലൊരു ഭാര്യ ഉണ്ടെങ്കിലും
നിങ്ങൾക്ക് ആ ഭാര്യ ഒരു സഹായമാകണമെന്നൊന്നുമില്ല. Even though you may have a wonderful wife, she may not be helpful all the time. ധനമുള്ള മാതാപിതാക്കൾ ഉണ്ടെങ്കിലും അവരൊന്നും നിങ്ങൾക്ക് പ്രയോജനമാകണമെന്നൊന്നുമില്ല. Though you may have wealthy parents, need not be that they are useful for you. നിങ്ങൾ വിശ്വസ്തരെന്ന് കണ്ട പലരും നിങ്ങളെ ചതിച്ചിട്ടുണ്ടാകും, അല്ലെങ്കിൽ നിങ്ങളെ സഹായിക്കാൻ കഴിയാതെ മാറി നിന്നിട്ടുണ്ടാകും. There may have been people whom you thought would be faithful. They may have cheated you or may have turned away from you. എന്നാൽ യേശുവിനെയാണ് നിങ്ങളുടെ രക്ഷിതാവും കർത്താവും നിങ്ങളുടെ ആശ്രയവുമായിട്ട് നിങ്ങൾ കരുതിയിട്ടുണ്ടെങ്കിൽ ആ കർത്താവ് എന്നും വിശ്വസ്തനായിരിക്കും. But if you have accepted the Lord Jesus as your Savior and the Lord whom you can trust, He will be faithful all the time. സൗന്ദര്യം കുറയുമ്പോഴും അവൻ നിങ്ങളോട് കൂടി ഉണ്ടാവും. Even when your beauty comes down, He will be with you. പണമില്ലാതിരിക്കുമ്പോഴും അവൻ നിങ്ങളോട് കൂടി ഉണ്ടാവും. Even when you do not have money, He will be with you. എല്ലാവരും നിങ്ങളെ ഉപേക്ഷിക്കുമ്പോഴും അവൻ നിങ്ങളോട് കൂടി ഉണ്ടാവും. Even everyone desert you, He will be with you. നിങ്ങൾ വൃദ്ധനാകുമ്പോഴും അവൻ നിങ്ങളോട് കൂടി ഉണ്ടാവും. Even to your gray hairs, the old age, He will be with you. നിങ്ങൾ എവിടെയാണോ അവൻ അവിടെ ഉണ്ടാവും. Wherever you are, He will be with you. അവൻ ഒരു നിമിഷവും നിങ്ങളെ വിട്ടുപോകുകയില്ല. He is not even 1 minute will leave you. നിങ്ങൾ ഒറ്റപ്പെടുമ്പോൾ നിങ്ങളെ കൈവിടുകയില്ല. When you are alone and left alone, He will not forsake you. ക്രിസ്ത്യ ജീവിതത്തിൽ നിലനിൽക്കണമെങ്കിൽ ഈ വിശ്വസ്തനായിരിക്കണം നിങ്ങളുടെ എല്ലാം. In the Christian life, if you have to live an overcoming life, this faithful person should be your all in all. മനുഷ്യനെ ആശ്രയിക്കുന്നവനൊക്കെ എന്നും നിരാശനായിരിക്കും, ദുഃഖിതനായിരിക്കും. Those who trust in man will every day be going through sorrows. കാരണം നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെ ഒരു മനുഷ്യനും നിങ്ങളെ സഹായിക്കാൻ ഉണ്ടാകുകയില്ല. Because in the way that you expect, there will be no human beings to be there to help you. യേശു വിശ്വസ്തനാണ്. Jesus is faithful. 47 വർഷത്തെ എന്റെ ക്രിസ്ത്യ ജീവിതത്തിൽ In the 47 years of my Christian life, യേശുവിനെ സ്വീകരിച്ചത് അബദ്ധമായിട്ട് എനിക്ക് തോന്നിയില്ല. I have never felt that accepting the Lord Jesus has been a mistake. ഈ ബൈബിൾ എടുത്തത് അബദ്ധമായി തോന്നിയിട്ടില്ല. I have not been ashamed to take this Bible in my hands. സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയത് അബദ്ധമായി തോന്നിയിട്ടില്ല. To go to preach the gospel was not a mistake. പെന്തക്കോസ്ത് ഉപദേശത്തിലേക്ക് വന്നത് മണ്ടത്തരമായിട്ട് തോന്നിയില്ല. It was not foolish to come to the doctrine of Pentecost. അതിന്റെ കാരണം എനിക്ക് ഒരു മനുഷ്യനിലുമായിരുന്നില്ല ആശ്രയം. My trust was not in any man. മനുഷ്യരിൽ നല്ലവരും കാണും, മോശവും കാണും. ഇന്നത്തെ നല്ലവൻ നാളെ മോശമായിരിക്കും, ഇന്നത്തെ മോശമായവൻ നാളെ നല്ലവനുമായിരിക്കും. There will be good and bad people. Today's good people may become bad. Today's bad people may turn out to be good. വളരെ ശാന്തനായിട്ട് ഒരു ചവിട്ടത്തടിച്ചാൽ മറു ചവിട്ട് കാണിച്ചു കൊടുക്കുകയും നിങ്ങളെ ഭയങ്കര സ്നേഹിക്കുന്ന ഒരു മനുഷ്യന് പ്രഷർ കൂടട്ടെ, തൈറോയിഡിന്റെ വല്ല പ്രശ്നം വരട്ടെ, ആളിന്റെ സ്വഭാവം മാറും. One person who is very gentle, the one who slaps, he shows the other side. If some pressure increases or if thyroid increases, his whole nature will change. ഏതെങ്കിലും ഒരു ഹോർമോൺ വ്യതിയാനം ഉണ്ടാകട്ടെ, ആളിന്റെ സ്വഭാവം മാറും. If any hormone goes out of balance, his whole behavior changes. ഇതൊന്നും അറിയാതെ മനുഷ്യനിൽ ആശ്രയിച്ച് മനുഷ്യനെ കണ്ട് യേശുവിന്റെ അടുക്കൽ വന്നാൽ ഈ നിൽക്കാനൊക്കെയില്ല ഇവിടെ. Even if without knowing this, if you are just trusting in man and you're coming to Jesus, you will not be able to stand faithfully. ഇവിടെ വിശ്വസ്തൻ യേശുവാണ്. Here we see Jesus as the faithful person. യേശു മാത്രമാണ്. He alone is faithful. യേശു പറഞ്ഞു, കണ്ടാലും യുഗാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടി ഇരിക്കാം. Jesus said, "Lo, behold, I am with you to the end of the age." ഈ കർത്താവിനെ വിട്ട് നമ്മൾക്ക് ഒരിടത്തും രക്ഷപ്പെടാനൊക്കെയല്ല. We cannot go and escape out of this Lord. വിശ്വസ്തനായ യേശുവിനെ വിട്ട് പുരോഹിതന്മാരുടെ 30 വെള്ളി നാണയത്തിന് വേണ്ടി പോയ യൂദായിക്ക് എന്താണ് കിട്ടിയത്? What did the Judas who left the faithful Lord Jesus and went behind 30 pieces of silver from? എന്നാൽ യേശുവിന്റെ പുറകെ ഇറങ്ങിയ പത്രോസിന് കരം കൊടുക്കാൻ പോലും പണമില്ലായിരുന്നെങ്കിലും ആ സ്ഥാനം എത്ര വലുതാണ്. But even when Peter went behind the faithful Lord Jesus, though he didn't have money in his hand, what a privilege that Peter had. വിശ്വസ്തനാണ് കർത്താവ്. The Lord is faithful. അവൻ പറഞ്ഞതെല്ലാം ചെയ്തിരിക്കും. Whatever he has spoken, he will do it. അവൻ വാഗ്ദത്തം ചെയ്തതെല്ലാം ചെയ്തിരിക്കും. Whatever he has promised, he will fulfill it. ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ ജയിക്കില്ലെന്ന് യേശു പറഞ്ഞു. അത് മാത്രമേ നിറവേറൂ.
The Lord said, I will build my church, the gates of hell will not prevail, and that alone will be fulfilled. ഏത് നീറോ ഭരിച്ചാലും ഏത് നിയമങ്ങൾ ഉണ്ടായാലും പള്ളികൾ ഒരുപക്ഷെ കത്തിയെന്നിരിക്കും, ദൈവദാസന്മാർ ഒരുപക്ഷെ കൊല്ലപ്പെട്ടെന്നിരിക്കും, പക്ഷെ യേശുവിന്റെ സഭ വളർന്നുകൊണ്ടേയിരിക്കും. Whatever Nero emperors or laws may be created, they may be burning churches, new laws may come, but Jesus will keep on reigning. കാരണം യേശു പറഞ്ഞ കാര്യത്തിൽ അവൻ വിശ്വസ്തനാണ്. The reason is whatever the Lord has spoken, he is faithful to perform it. അപ്പോൾ ഈ ലവോദിക്യ സഭയോട് പറയുകയാണ്, ഞാൻ വിശ്വസ്തനാണ്, നിങ്ങളിൽ നിന്നും ഞാൻ അവിശ്വസ്തത പ്രതീക്ഷിക്കുന്നുണ്ട്. That means he's speaking to the Laodicean church, I am a faithful God, and he is expecting that faithfulness from this Lord. അടുത്തായിട്ട് കർത്താവ് പറയുകയാണ്, ഞാൻ സത്യവാനാണ്. Second, he is speaking, he is true person. വാസ്തവത്തിൽ ഞാൻ സത്യവാനാണ് എന്ന് മനുഷ്യന് പറയാൻ ഒക്കുമോ? Truthfully, if you think, can a man say I am a truthful person? ഒരു കള്ളവും പറഞ്ഞില്ല എന്ന് പറയാൻ ഒക്കുമോ? Can anyone say that I have not spoken any lie? എനിക്ക് തോന്നുന്നില്ല. എനിക്ക് ഞാൻ സത്യവാനാണെന്ന് പറയാൻ ഒക്കെയല്ല എന്നുള്ള കാര്യം എനിക്കറിയാം. അത്ര നിങ്ങളുടെ കാര്യം എനിക്കറിഞ്ഞു. I know that I cannot say that I am a truthful person. I don't know about you. സൂര്യൻ കിഴക്കുദിക്കുന്നതും പടിഞ്ഞാറ് അസ്തമിക്കുന്നതും പറയുന്ന ഒരു കള്ളമാണ്, അത് സത്യമല്ല. കാരണം അത് കിഴക്കുദിക്കുന്നതില്ല, പടിഞ്ഞാറ് അസ്തമിക്കുന്നില്ല. When we say the sun rises in the east and sets in the west, that is a lie. There's not rising or setting of the sun. പരിണാമവാദം ഒരു കള്ളമാണ്, അത് സത്യമല്ല. All these laws are sometimes lies, not true. പഠിപ്പിക്കുന്നവരാ കള്ളമല്ലേ പഠിപ്പിക്കേണ്ടത്? Those who are teaching this are teaching lies. അപ്പൊ നമ്മൾ പറയുന്ന കള്ളത്തിന്റെ കാര്യമല്ല ഞാൻ ഈ പറഞ്ഞു വരുന്നത്. I am not speaking about the lies that we are speaking in this ways. അങ്ങനെ എന്തെല്ലാം കാര്യം. ഇപ്പോൾ നിങ്ങൾ ഒരു രോഗിയെ കാണുന്നു. ഒരു രോഗിയെ കാണുമ്പോൾ നിങ്ങൾ ആ രോഗി മരിച്ചു പോകുമെന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ പോലും അങ്ങനെ നിങ്ങൾ പറയുമോ? നിങ്ങൾ സാരമില്ല, കുഴപ്പമില്ല, ദൈവം സഹായിക്കും, വിടുവിക്കും എന്നല്ലേ നിങ്ങൾ പറയും. അല്ലാതെ നിങ്ങൾ അടുത്ത ഉടനെ മരിക്കാൻ പോവുകയാണ്, ഇപ്പം ചാകാൻ പോവുകയാണെന്നുള്ള അസത്യം നിങ്ങൾ പറയുമോ? അങ്ങനെ പറയണം എങ്കിൽ പോലും അങ്ങനെ അങ്ങ് പറയുമോ? അവിടെ നിങ്ങളൊരു കള്ളം ഉപയോഗിക്കും. You are seeing a patient, you know that the patient is going to die, but still you give hope. You say that pray to God, and somehow you will try to cover up the situation, may not be telling the whole truth. എന്നാൽ യേശുവിനെ സംബന്ധിച്ചിടത്തോളം സത്യം മാത്രമേ ഉള്ളൂ. But as long as Jesus is concerned, he speaks only the truth. യോഹന്നാൻ 14:6 വായിക്കുന്ന യേശു പറയാണ്, I am the way, the truth and the life. In John chapter 14 verse 6, Jesus said, I am the way, the truth and the life. കർത്താവ് ഒരു വഴിയല്ല, he is the way. കർത്താവ് മാത്രമാണ് വഴി. Jesus is not a way, but he is the one only way. കർത്താവ് സത്യങ്ങളിൽ ഒന്നല്ല, he is the truth. അവൻ സത്യമാണ്. He is not one among the truths, he is the truth. സ്വർഗത്തെ കുറിച്ച് കർത്താവ് പറഞ്ഞു, അത് സത്യമാണ്. Jesus spoke about heaven and it is truth. നരകത്തെ കുറിച്ച് കർത്താവ് പറഞ്ഞു, അത് സത്യമാണ്. Jesus spoke about hell and it is true. മരണാനന്തര ജീവിതത്തെ കുറിച്ച് കർത്താവ് പറഞ്ഞു, അത് സത്യമാണ്. He spoke about eternal life and that is true. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും എന്ന് കർത്താവ് പറഞ്ഞു, അത് സത്യമാണ്. He that believes and is baptized will be saved, and he that does not believe will be perished. That is truth. അത് സത്യമാണ്. That is truth. അതിന് വേറെ അർത്ഥമൊന്നുമില്ല. There is no other meaning attached to it. കർത്താവ് പറഞ്ഞതെല്ലാം സത്യമാണ്. Whatever the Lord has spoken is true. മറ്റാര് പറഞ്ഞതും തെറ്റാം. ഒരു സയന്റിസ്റ്റ് പറഞ്ഞത് തെറ്റാകാം, ഒരു ഡോക്ടർ പറഞ്ഞത് തെറ്റാകാം, ഒരു പാസ്റ്റർ പറഞ്ഞത് തെറ്റാകാം. പക്ഷെ യേശു പറഞ്ഞതെല്ലാം സത്യം മാത്രമാണ്. യേശു സത്യമാണ്. Whoever else may have spoken, it may be a doctor, a scientist, a pastor, it may go wrong, but whatever Jesus says is truth. He is the truth. അതുകൊണ്ട് യേശു പറയുന്ന കാര്യം സംശയിക്കരുത്. Therefore, whatever the Lord Jesus says, you should not doubt it. നിങ്ങൾക്കൊരു രോഗമുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക. എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും, ഏറ്റവും കുറഞ്ഞ 2 ഡോക്ടർമാരെ കൺസൾട്ട് ചെയ്യണം. If you have a disease, you have to consult a doctor. If you ask me, consult 2 of them.
നിങ്ങളൊരു പാലം പണിയോ ഒരു കെട്ടിടം പണിയോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ, നിങ്ങൾ ചോദിക്കുകയാണ് നമ്മുടെ മെട്രോമാൻ ശ്രീധരൻ സാറിനോട് ചോദിക്കട്ടെ എന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും, വെൽ ദാറ്റ്സ് ഗുഡ്, പക്ഷെ ഒരാളോടും കൂടി ചോദിക്കണം എന്ന് ഞാൻ പറയും. So if you are asking me, I want to build a bridge, how to build this, you may tell, I want to ask this metro man, but that's good, but you have to consult another person. ഇപ്പോൾ പോൾ ഗോപാലകൃഷ്ണൻ വേറൊരാളാണെന്ന് ഇരിക്കട്ടെ, നിങ്ങൾ എന്നോട് ചോദിക്കുകയാണ് പോൾ ഗോപാലകൃഷ്ണനോട് ചോദിക്കട്ടെ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും അദ്ദേഹത്തെ മാത്രം പോരാ, വേറൊരാളും കൂടെ ഒന്ന് കൺസൾട്ട് ചെയ്തേക്കണം എന്ന് ഞാൻ പറയും. Consider Paul Gopalakrishnan is another person. If you ask, I want to ask him, I'll say it is good, but you need to consult with another person. എന്നാൽ യേശുവിന്റെ കാര്യത്തിൽ നീ വേറെ ആരോടും ചോദിക്കരുത്. But in the thing of Jesus, don't ask anything about. കാരണം ചോദിക്കാൻ ഒരുത്തനുമില്ല. Because you cannot ask anyone else who is worthy. യേശുവിനേക്കാൾ അറിവുള്ള ഒരു ജ്ഞാനിയും ഇവിടെ ജനിച്ചിട്ടില്ല. There is no wise person born who is greater than the Lord Jesus. ഒരു സത്യസന്ധനും ഇവിടെ ജനിച്ചിട്ടില്ല. There is no son of the truth who is born like that. യേശു, ഞാനൊരിക്കൽ കോട്ടയം മെഡിക്കൽ കോളേജിന്റെ മുൻപിൽ വളരെ രസകരമായ ഒരു കാര്യം കണ്ടു. Once I saw a wonderful thing in front of the Kottayam Medical College. ഒരുത്തൻ അതിന്റെ മുൻപിൽ വെച്ച് മരുന്ന് വിൽക്കുകയാണ്. One person is in front of it is selling some medicines. അവന് ചെറിയ മൈക്കും ഒക്കെ ഉണ്ട്. He has some mic. അവന്റെ പ്രസംഗം കേട്ടാൽ അത്ഭുതം പോകും. If you listen to his wonderful message that is given, you will be astonished. നിങ്ങൾ ഏത് തെങ്ങിൽ നിന്ന് വീണയാളാണെങ്കിലും, from whichever coconut tree you would have fallen, നടുവിന്റെ ഏത് കണ്ണികൾ അകന്നു പോയാലും, whichever joints may have been broken, തൈലമൊഴിച്ച് തിരുമിയാൽ, if you put this ointment and you rub, നിങ്ങൾക്ക് സൗഖ്യമാണ്. you will be healed. വേണമെങ്കിൽ പരീക്ഷിക്കാം. If you want, you can test it. ഇനി ഞാൻ പറയുന്നതിന്റെ ഒരു ഭാവനയാണ്, ഞാൻ അവിടെ വെച്ച് കണ്ടതല്ല. അപ്പോൾ ഇതാ ഒരുത്തം വരുന്നു. This is my imagination. I didn't see there. One person came there. അവന് നടക്കാൻ മേലാതെ അവൻ കുനിഞ്ഞു വേദനിച്ചാണ് വരുന്നത്. He is not able to walk, with lot of pain. Is coming to that place. ആൾക്കൂട്ടത്തിന്റെ ഇടയിലൂടെ അവൻ വരികയാണ്. He's coming through that large group of people. എന്താണ് ചേട്ടന്റെ പേര്? He is asking him, what is your name, Cheta? അവൻ പറഞ്ഞു തോമസ്. He told Thomas. എന്ത് പറ്റി? What happened? ഞാൻ ഒരു ചക്ക പറിക്കാനായിട്ട് പ്ലാവിൽ കയറി താഴെ വീണു, നടുവിന് ഭയങ്കര വേദന. I climbed a tree to pluck the jackfruit. I fell down, a lot of back pain I am having. അത്രേ ഉള്ളൂ. ഉടുപ്പൂരാൻ പറയുന്നു. അവൻ ഉടുപ്പൂരുന്നു. Oh, that's all. Just you can remove your shirt. ഇവൻ ആ എണ്ണ ഒഴിക്കുന്നു. He is pouring out his oil. ഒന്ന് തിരുമുന്നു. He is rubbing it. പൊങ്ങാൻ പറയുന്നു. അവൻ പൊങ്ങുന്നു. He is telling him to stand up and he is able to stand. പിന്നെ ചാടുന്നു. Then he is jumping. ആൾക്കാരെല്ലാം മരുന്ന് മേടിക്കുകയാണ്. All the people started buying the medicines there. ഈ തിരുമാൻ വന്നവൻ ഇവന്റെ ശമ്പളക്കാരനാണ്. അവൻ 2000 രൂപ ശമ്പളം കൊടുത്ത് നിർത്തിയിരിക്കുകയാണ്. ഇവൻ എല്ലാ സ്ഥലത്തും ഇതുപോലെ വരും, കോക്കനട്ടിൽ നിന്ന് വീണതായിട്ടും ഒക്കെ. So the one who came to get this ointment, he is a paid person everywhere. Wherever he is going to sell, he will come. He is paid 2,000 rupees. എന്നെ അത്ഭുതപ്പെടുത്തിയ വിഷയം, ഒരു മെഡിക്കൽ കോളേജിന്റെ മുമ്പിൽ നിന്ന് അവൻ തൈലം വിൽക്കുന്നു എന്നുള്ളതാണ്. അത് മേടിക്കാനും ആൾക്കാരുണ്ട് എന്നുള്ളതാണ്. What astonished me was, in front of a medical college, he is selling this oil, and there are people to buy this oil, listening to his fake story. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കേൾക്കുന്നെങ്കിൽ, നിങ്ങൾ അനുസരിക്കുന്നെങ്കിൽ യേശുവിനെ കേൾക്കണം, യേശുവിനെ അനുസരിക്കണം. Dear friends, if you are listening, if you are hearing, hear the word of Jesus and obey it. കാരണം അവൻ സത്യവാനാണ്. Because he is the truthful person. യേശുവിന് നിന്നോട് കള്ളം പറഞ്ഞിട്ട് ഒന്നും വേണ്ട. There's nothing that the Lord gets out of speaking lie to you. നിന്റെ പണം യേശുവിന് വേണ്ടല്ലോ. He doesn't need your money. നിന്റെ ഭക്ഷണം യേശുവിന് വേണ്ടല്ലോ. He doesn't need your food. യേശുവിനെ ആരും കുളിപ്പിക്കണ്ട, യേശുവിനെ ആരും ഉറക്കണ്ട. No one needs to give a bath or give a sleep for Jesus. യേശുവിനെ ആരും തുണി ഉടുപ്പിക്കണ്ട, ആഭരണം ധരിക്കണ്ട, കിരീടം വെക്കണ്ട. There's no need to put the clothes upon Jesus or give jewelry or put crown. യേശുവിന് ആരുടെയും പൈസയും വേണ്ട. No, he doesn't need money from anyone. യേശുവിന് ആരുടെയും വോട്ട് വേണ്ട. He doesn't need the vote from anyone. യേശുവിന് ആരുടെയും അംഗീകാരം വേണ്ട. He doesn't need acceptance from anyone. യേശുവിന് ആരുടെയും ഒന്നും വേണ്ട. Jesus doesn't need anything from anyone. ആ യേശുവിന് എന്തിനാണ് കള്ളം പറയേണ്ട ആവശ്യം? What is the reason or need for Jesus to speak lie? ഒരിക്കലും കള്ളം പറഞ്ഞിട്ടില്ല.
He has not spoken any lie. അതിശോക്തി പറഞ്ഞിട്ടില്ല. He has not spoken anything that is exigent. യേശു പറഞ്ഞു ഒരു നരകമുണ്ടെന്ന്. Jesus said there is a hell. യേശു പറഞ്ഞു ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു പുതിയതായി ജനിച്ചില്ലെങ്കിൽ നീ ദൈവരാജ്യം കാണുകയില്ലെന്ന്. Jesus said, verily, verily, I say unto you, if you have not yet been born again, you will not see the kingdom of heaven. യേശു പറഞ്ഞു വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. Jesus said, if you are believing and you are baptized, you will be saved. വിശ്വസിച്ചില്ലെങ്കിൽ നീ ശിക്ഷിക്കപ്പെടും. If you do not believe, you will be condemned. യേശു പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഭവനമൊരുക്കാൻ പോകുന്നു. ഞാൻ ഭവനമൊരുക്കിയാൽ ഞാൻ പിന്നെയും വരും. I go to prepare a place for you. After I prepare, I will come again. യേശു പറഞ്ഞു ഞാൻ എന്റെ സഭയെ പണിയും പാതാള ഗോപുരങ്ങൾ ജയിക്കുകയില്ല. Jesus said, I will build my church, the gates of hate will not prevail. യേശു പറഞ്ഞു ഞാൻ എന്റെ സമാധാനം നിങ്ങൾക്ക് നൽകുന്നു, ലോകം തരുന്നത് പോലല്ല. Jesus said, the peace I have I give to you, not as the world gives it. യേശു പറഞ്ഞതെല്ലാം സത്യമാണ്, കാരണം അവൻ സത്യവാനാണ്. Whatever the Lord has spoken is truthful because he is the truth. ആകയാൽ യേശുവിന്റെ വചനം കേൾക്കണം. Therefore, let us hear the word of God. അത് പഠിക്കണം. We need to understand and study it. മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ ആവർത്തിച്ച് വായിച്ചുകൊണ്ടിരിക്കണം. Matthew, Mark, Luke and John, the Gospels, you need to keep on repeatedly learning and studying it. അടുത്തായിട്ട് കർത്താവ് പറയാണ് സത്യവാനായ സാക്ഷിയാണ്. Next we see the true witness. ഒരു കാര്യം പറയുന്നതിന് സാക്ഷിയാണ് യേശു. He is the one to say one thing, he is a witness to that. ഇപ്പോൾ മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന നിങ്ങൾ കാണാത്ത പല കാര്യങ്ങൾക്കും നിങ്ങൾ സാക്ഷിയാകേണ്ടതായിട്ടുണ്ട്. In the medical field, those who are working, you have to be witness to those things which cannot be seen. ഒരു കോശത്തിനകത്തുള്ള ക്രോമോസോമിനകത്തുള്ള ജീനുകൾ, ആ ജീനിനകത്തുള്ള ജനറ്റിക് കോഡുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? Have you seen the genetic code inside the chromosome of the cells? പക്ഷെ അതുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. But we believe that it is there. ആ പാരമ്പര്യ ഘടകം ഒരാളിൽ നിന്ന് മറ്റൊരു നിലയിലേക്ക് പോകുന്നുവെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. Those traditional studies have been gone and progressing from one person to another. അത് കണ്ടെത്തിയ ചിലരുണ്ട്. Some people have seen those genes. അത് റീഡ് ചെയ്യുവാനുള്ള ഒരു അഡ്വാൻസ് മെഡിക്കൽ മേഖലയിലേക്ക് നമ്മൾ ഇപ്പോൾ പുരോഗമിച്ചിട്ടില്ല. നാളെ അതാകും. To understand that in the medical field we may not have been advanced so much. അപ്പോൾ നമ്മൾ പല കാര്യങ്ങളും കാണാതെ വിശ്വസിക്കുന്നവരാണ്, അത് പറയുന്നവരാണ്, അത് പഠിപ്പിക്കുന്നവരാണ്. So we also we may not have seen, but we still teach about it, we believe on it. എന്നാൽ യേശു അങ്ങനല്ല. യേശു സത്യത്തിന്റെ സാക്ഷിയാണ്. But the Lord is not like that. He is the witness to the truth. യേശു സ്വർഗമുണ്ടെന്ന് പറയുന്നത് താൻ സ്വർഗം കണ്ടയാളാണ്. Because he says that there is heaven, he is the one who saw the heavens. മരണാനന്തരം ഒരു ജീവിതമുണ്ട് എന്ന കാര്യം യേശു കണ്ടിട്ടുള്ളതാണ്. മരിച്ചു കഴിഞ്ഞ് യേശു ആ പരദീസയിലേക്ക് പോയതാണ്. And he says that there is life after that. Jesus has seen it because after his death he went to the paradise. അവൻ സാക്ഷിയാണ്, സത്യത്തിന്റെ സാക്ഷിയാണ്. He is a true witness. കോടതികളിലൊക്കെ ഒരു ശിക്ഷ വിധിക്കുമ്പോൾ സാക്ഷി വളരെ ഇമ്പോർട്ടന്റ് ആണ്. In the court of law, when they are pronouncing a judgment, the witness is very important. പക്ഷെ നമ്മുടെ ആളൂരിനെ പോലുള്ള വിദഗ്ധന്മാരായ ഡോക്ടർമാരുണ്ടെങ്കിൽ ഗോവിന്ദജാമിയെ പോലുള്ളവര് രക്ഷപ്പെടും. But if there are very tactful doctors like that, people like lawyers will escape. Lawyers, the people like Govnabi will escape. ഒരിക്കല് ഒരു കോടതിയില് ഒരു കൊലക്കേസ് പ്രതിയെ വേണ്ടി വാദിച്ചുകൊണ്ടിരിക്കുകയാണ്. So once in a court case, there was a prosecutor who was telling about a case. ഒരു മനുഷ്യൻ അയാളുടെ അയൽവാസിയെ ഒരു വടിവാൾ കൊണ്ട് വെട്ടിക്കൊല്ലുന്നു. One person killed his neighbor with a stick. പകലാണ് കൊന്നത്. In the daytime. ആ വടിവാൾ കൊണ്ട് വെട്ടിക്കൊല്ലുന്നത് അടുത്ത ഒരു നെയ്ബർ കൃത്യമായിട്ട് കാണുന്നുണ്ട്. And the neighbor saw this, that he killed this other person with a knife. He saw it clearly. അതാണ് പ്രധാന സാക്ഷി. He was the prime witness. അപ്പോൾ വക്കീല് അവിടെ വാദിക്കുകയാണ്. So the lawyer is trying to speak out there. സാക്ഷിയോട് വാദിക്കുകയാണ്, താങ്കളുടെ പേരെന്താണ്? He is asking the witness, what is your name? വയസ്സ് എത്രയാണ്? He is saying, my name is Zachariah. വീട്ടിൽ ആരെല്ലാം ഉണ്ട്? Who all are there in your home? എവിടെയാണ് താമസിക്കുന്നത്? Where are you staying? എവിടെയാണ് പഠിച്ചത്? Where did you study? ഇവിടെ ഇതൊക്കെ എന്താ പറയുന്നത്? അപ്പോൾ ഈ മനുഷ്യന്റെ മനസ്സിനെ ഇയാൾ കൊണ്ടുപോവുകയാണ് പല മേഖലകളിലേക്ക്. So he is trying to distract his mind to various other things. ഈ പ്രതി
ഇന്നാരെ വടിവാൾ കൊണ്ട് വെട്ടിക്കൊല്ലുന്നത് നിങ്ങൾ കണ്ടതാണോ? He is asking this witness, did you see this person killing other person with that wall? അത് കണ്ടതാണ്. He'll say, I saw it. എന്താണ് നിങ്ങളുടെ ഭാര്യയുടെ പേര്? Then he'll ask, what is your wife's name? മറിയാമ്മ എന്നാണ്. He'll say Mariamma. ഈ വെട്ട് നടക്കുന്ന സന്ദർഭത്തിൽ സമയം എത്രയായി? What was the time when this incident അപ്പോൾ happened? സൂര്യൻ നിങ്ങളുടെ ഏത് ഭാഗത്താണ് നിന്നത്? Where was the sun standing in the direction to you? ഇതിലെല്ലാം അയാൾ ക്ലിയർ ആയി മറുപടി പറഞ്ഞു. He clearly answered all this. അപ്പോൾ വടിവാൾ കൊണ്ട് വെട്ടുന്നത് നിങ്ങൾ കണ്ടു. So you saw this person killing him. നിങ്ങൾക്ക് ഇപ്പോൾ എത്ര വയസ്സുണ്ട്? So what is your age? നിങ്ങളുടെ മക്കളൊക്കെ എന്താ ചെയ്യുന്നത്? What are your children doing? എങ്ങനെ ഇരിക്കും വടിവാള്? How will the sword look like? ഈ പാവത്തിന് അത് പറയാൻ കഴിഞ്ഞില്ല. This person was not able to explain it. ആ കേസ് തള്ളിപ്പോയി. That case was rejected. പറഞ്ഞു വടിവാൾ കൊണ്ട് വെട്ടി എന്ന് പറഞ്ഞ ഈ മനുഷ്യൻ വടിവാൾ എന്താണെന്ന് അയാൾക്ക് അറിഞ്ഞുകൂടാ. This witness who said the one he was killed by sword, he saw it, he didn't know how to explain that. അങ്ങനെ സത്യസാക്ഷികളെയും കള്ളസാക്ഷികളെയും എല്ലാം കൊണ്ട് കേസുകൾ വിജയിക്കുന്നതൊക്കെ നമ്മൾ ദിനംതോറും കാണുന്നതല്ലേ? We are seeing day by day how people are winning this cases with this true and false witnesses. നമ്മൾ ഇന്ന് കാണുന്നതാണ്. Every day we are going through it. കോടതി വിധികളിൽ തന്നെ ചിലർ വധശിക്ഷയ്ക്ക് വേണ്ടി വിധിക്കപ്പെട്ടിട്ട് പിന്നീട് അദ്ദേഹം രക്ഷപ്പെടുന്ന കാര്യം കണ്ടിട്ടില്ലേ? In the courts of judgment, they have been already adjourned to capital punishment, but still they escape from it. ശ്രീലങ്കയിലെ സുപ്രീം കോടതി ജഡ്ജിയായിരുന്ന മാൽക്കം പെരേര എന്നൊരാൾ ഉണ്ടായിരുന്നു. There was a Supreme Court judge in Sri Lanka who was Malcolm Pereira. അദ്ദേഹം ജോലി രാജിവെച്ച് സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയ ഒരാളാണ്. He had resigned from his job and came to the ministry. അദ്ദേഹം കേരളത്തില് ഞാൻ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്ന പൊടിയാടി സഭയിലും തിരുവല്ലയിലും ഷാരോൺ ഹെഡ്ക്വാർട്ടറിലും ഒക്കെ വന്ന് പ്രസംഗിച്ചു. He had come to the place where I was was preaching in Tiruvalla in Sharon headquarters. ഞാനായിരുന്നു അദ്ദേഹത്തിന്റെ അന്നത്തെ പരിഭാഷകൻ. That time I was his translator. അതുകൊണ്ട് ഞങ്ങൾ അല്പം ആ നിലയിലൊന്ന് അടുക്കാൻ ഒരവസരം കിട്ടി. So therefore the Lord gave the opportunity to be close in that realm. കിട്ടിയ സമയം കൊണ്ട് ഞാൻ ചോദിച്ചു, താങ്കൾ ഒരു സുപ്രീം കോടതി ജഡ്ജി എന്നുള്ള നിലയിൽ പലരെയും വധശിക്ഷയ്ക്ക് വിധിച്ചിട്ടുണ്ടാകുമല്ലോ എന്ന് ചോദിച്ചു. I said, you are in the position of the Supreme Court, you may have judged people to capital punishment. അദ്ദേഹം പറഞ്ഞു, അതെ, ഒരാളെ അങ്ങനെ വിധിക്കേണ്ടി വന്നു. പക്ഷേ ഭാഗ്യവശാൽ അദ്ദേഹം പിന്നീട് കോടതി വിധിയിൽ നിന്ന് അദ്ദേഹം രക്ഷപ്പെടുകയും ചെയ്തു. He said, I had to judge one person like that, but fortunately for him, he could escape from that. അപ്പോൾ എനിക്ക് ആ പാടെ കൺഫ്യൂഷനായി. എനിക്ക് ജുഡീഷ്യറിയെ കുറിച്ചൊന്നും അറിയത്തില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ സുപ്രീം കോടതിയിൽ പല ബെഞ്ചുകളുണ്ട്. ഒരു ബെഞ്ചിലെ വിധി വേണമെങ്കിൽ വേറെ അടുത്ത ബെഞ്ചിലേക്കൊക്കെ കൊണ്ടുപോകാം. അങ്ങനെ എന്റെ ബെഞ്ചിൽ വിധിക്കപ്പെട്ടെങ്കിലും ഇയാൾ മറ്റ് അടുത്തൊരു ബെഞ്ചിലേക്ക് വന്നപ്പോൾ ആൾ വെറുതെ വിട്ടു എന്ന് പറഞ്ഞു. So I was very concerned about what he was saying. He said, even in my bench, if he's acquitted, in another bench, he may be coming out of the crime. So he escaped like that. അപ്പോൾ എന്റെ മനസ്സിലേക്ക് കടന്നുപോയത്, ഒരേ കോടതി, ഒരേ നിയമം, ഒരാൾ വധശിക്ഷയ്ക്ക് വിധിക്കുന്നു, വേറൊരാൾ അയാളെ വെറുതെ വിടുന്നു. So I was thinking that there is the same law and the same court of law, and one person is putting him to death, another person is മനുഷ്യന്റെ പരിമിതമായ കാര്യങ്ങൾ, the limited opportunities of men. എന്നാൽ യേശു സത്യവാനായ സാക്ഷിയാണ്. But here Jesus is the true witness. അവനെ വഞ്ചിക്കാനോ അവനിൽ നിന്ന് രക്ഷപ്പെടുവാനോ ആർക്കും കഴിയുകയില്ല. No one can deceive him or escape from him. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ യേശു അവിടെ ന്യായാധിപനാണ്. When we come to the book of Revelation chapter 20, Jesus is the judge. ആ ന്യായാധിപൻ നമ്മൾ ചെയ്ത തെറ്റുകൾ കണ്ടതിന്റെ സാക്ഷി കൂടിയായിരിക്കും. And that judge will be the witness to the wrongs that we have committed. കാരണം അവന്റെ കണ്ണിന് മുൻപിൽ ഒന്നും മറഞ്ഞിരിക്കുന്നില്ല. Because in front of his eyes there's nothing hidden. ന്യായാധിപനുമാണ്, അവൻ സാക്ഷിയുമാണ്. He is the judge, he is the true witness. അതുകൊണ്ട് അവിടെ ഒരു നിരപരാധിയും ശിക്ഷിക്കപ്പെടുകയില്ല, ഒരു കുറ്റവാളിയും രക്ഷപ്പെടുകയുമില്ല. There is no innocent person who will be judged, and there is no criminal who will escape. അവൻ കൈക്കൂലി വാങ്ങിച്ചോ അബദ്ധത്തിലോ കള്ളസാക്ഷ്യം പറയുകയില്ല. He will not say by mistake or by getting any bribes. He will not say any false witness. അവൻ സത്യസാക്ഷിയായിരിക്കും. He will be the true witness. 5 കോടതിയിൽ മാറി മാറി വിധിച്ചപ്പോൾ കള്ളസാക്ഷികളെ യേശു ഒത്തിരി കണ്ടതാണ്. He knew that when he was tried in front of 5 courts, he saw many false witnesses. കയ്യാഫാവിന്റെയും ഹന്നായുടെയും
മതക്കോടതിയിലെ കള്ളസാക്ഷികൾ. He knew the false witnesses in the religious court of the Caiaphas and Anna. പീലാത്തോസിന്റെ കോടതിയിലെ കള്ളസാക്ഷികൾ. In the court of Pilate, who those false witnesses. ഹെരോദാവിന്റെ കോടതിയിലെ കള്ളസാക്ഷികൾ. In the court of Herod, those who were false witnesses. ഇതെല്ലാം യേശു കണ്ടതാണ്. Jesus all saw this face. എന്നാൽ ഇവിടെ യേശു പറയുകയാണ്, ഞാൻ അങ്ങനെ ഒരു സാക്ഷിയല്ല. But here Jesus saying, I am not those witnesses like them. ഞാൻ സത്യവാനായ സാക്ഷിയാണ്. I am a true faithful. നിന്റെ ഭാഗത്ത് സത്യമുണ്ടെങ്കിൽ ഞാൻ നിനക്ക് വേണ്ടി നിൽക്കും. If there is truth on your part, I will stay with you. എന്റെ ക്രിസ്തീയ ജീവിതത്തില് ചില പ്രതിസന്ധികളൊക്കെ വന്ന സന്ദർഭങ്ങളിൽ പലരെയും ഞാൻ കണ്ടു. വിശദീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പലതിനു വേണ്ടിയും പലർക്കു വേണ്ടിയും മാറിപ്പോകുന്നത് കണ്ട്, പല കള്ളസാക്ഷികളെയും കണ്ട് ഒത്തിരി ഹൃദയം വേദനിച്ച ഒരാളാണ് ഞാൻ. In my Christian life, when there were a lot of challenges, many people changed their ways, compromised for certain things and certain people, and I had gone through a lot of pain and sorrow. ചിലരുടെ നുണ കേട്ട് തെറ്റിദ്ധരിച്ചു പോയവരെ ഞാൻ വേദനയോട് നോക്കി നിന്നിട്ടുണ്ട്. I had seen with sorrow when people had mistook for people's lies and they had gone away. കള്ളത്തരം കാണിച്ചിട്ട് അത് പറഞ്ഞതിന് എന്നെ കള്ളനാക്കിയ മിടുക്കന്മാരുണ്ട്. There are some smart people for saying out that they had done wrong. They put me in the wrong and they were like that. അതെല്ലാം എന്റെ യേശു ആരാണെന്ന് എനിക്കറിയാം. But I know who my Lord Jesus is. യോസഫിന് പൊത്തിഫേറിന്റെ ഭവനം യോസഫ് മുഖാന്തരം അനുഗ്രഹിക്കപ്പെട്ടെങ്കിലും ഒരു സ്ത്രീ കാണിച്ച വസ്ത്രവും വാക്കും അയാളെ ജയിലിലേക്ക് കൊണ്ടുപോയി. Though Potiphar's house was blessed by the presence of Joseph, because the cloth was shown by this woman and by a word, Joseph was put in the prison. എത്ര എളുപ്പമാണ് യോസഫിനെ പൊത്തിഫേർ മറന്നത്. How easily that Potiphar forgot Joseph. നിന്നോട് ദൈവം കൂടെ ഉണ്ടെന്നും നീ മുഖാന്തരം ഞാൻ അനുഗ്രഹിക്കപ്പെട്ടുവെന്നും എന്റെ കുടുംബം മുഴുവൻ അനുഗ്രഹിക്കപ്പെട്ടുവെന്നും ഈ പൊത്തിഫേർ യോസഫിനെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞതാണ്. This was the same Potiphar who had testified that the Lord is with you. Because of you, the Lord has blessed my house. And he had spoken good things about Joseph and promoted him. എന്നാൽ വിദഗ്ധയായ ഒരു കള്ളസാക്ഷിയുടെ മുൻപിൽ യോസഫ് തെറ്റിദ്ധരിക്കപ്പെട്ട് ജയിലിലേക്ക് പോകുന്ന രംഗത്തിൽ ആ ചെറുപ്പക്കാരന്റെ ഹൃദയത്തിൽ എത്ര വേദന ഉണ്ടായിട്ടാണ്. But when he was accused and in front of the false witness and he was put in prison, what was the heart of Joseph going through? ഓർക്കുക, യേശു സത്യത്തിന്റെ സാക്ഷിയാണ്, സത്യവാന സാക്ഷിയാണ്. See that the Lord is the truth witness and he is the witness to the truth. അടുത്തതായിട്ട് യേശു ദൈവ സൃഷ്ടിയുടെ ആരംഭമാണ്. Another thing, he is the beginning of the creation of God. ഇത് പറയണമെങ്കിൽ സമയം കുറെ കൂടുതൽ എടുക്കേണ്ടി വരും. If I have to share about this, I have to take more time. അതുകൊണ്ട് അത് ഞാൻ ചെറുതായിട്ടൊന്ന് പറഞ്ഞിട്ട് ഇന്ന് എന്റെ വാക്കുകളെ ചുരുക്കാം. I will introduce that and I will conclude. എന്തെങ്കിലും ആദ്യം ഉണ്ടായിരുന്നെങ്കിൽ, ആരംഭമായിട്ടുണ്ടായിരുന്നെങ്കിൽ അത് യേശുവായിരുന്നു. If there is anything that is called beginning, that was Jesus. ചില ആൾക്കാർ പറയാറുണ്ട്, യേശു വന്നിട്ട് 2000 വർഷമല്ലേ ആയുള്ളൂ. Some people say that after Jesus came, this only 2000 years old. അതിനു മുൻപ് ഞങ്ങൾക്ക് ഗുരുക്കന്മാരുണ്ടല്ലോ, ഞങ്ങളുടെ മതമുണ്ടല്ലോ, മതഗ്രന്ഥങ്ങളുണ്ടല്ലോ എന്ന് ജൂതന്മാർക്കും ഒക്കെ പറയാൻ കഴിയും. Before that, we have leaders and religious leaders. Jewish people may say. അതാണ് യഹൂദന്മാർ പറഞ്ഞത്. യേശു, നിനക്ക് എത്ര വയസ്സുണ്ട്? നീ അബ്രഹാമിന് മുൻപുണ്ടായിരുന്ന ആളാണ്. ഞങ്ങൾക്ക് വലിയ പള്ളിയുണ്ട്, ഞങ്ങൾക്ക് പുരോഹിതന്മാരുണ്ട്, ഞങ്ങൾക്ക് പ്രവാചകന്മാരുണ്ട്. ആദാം തുടങ്ങി ഇങ്ങോട്ടെല്ലാം ഞങ്ങളുടെ ആളല്ലേ. അബ്രഹാം ഞങ്ങളുടെ ആളല്ലേ. ഇസ്ഹാക്ക് ഞങ്ങളുടെ ആളല്ലേ. യാക്കോബ് ഞങ്ങളുടെ ആളല്ലേ. പ്രവാചകന്മാരെല്ലാം ഞങ്ങളുടെ ആളല്ലേ. യഹോവയായ ദൈവം ഞങ്ങളുടേതല്ലേ എന്നവർക്ക് പറയാൻ പാരമ്പര്യമുണ്ടായിരുന്നു. That is why Jewish people asked Jesus, how old are you? Are you older than Abraham? We have Abraham, Isaac and Jacob. We have Jehovah God. And we have all these traditions and traditional law leaders. And who are you? അച്ഛന്റെ മകൻ, നീ മറിയുടെ മകൻ, നീ ഞങ്ങളെ എന്നെ ഉപദേശിക്കാനാ? പഠിത്തമില്ലാത്ത നീ. You are son of the carpenter. You are the one who doesn't have any education. Who are you to teach us? ഇതായിരുന്നു അന്നത്തെ ജൂതമത നേതാക്കന്മാരുടെ ചിന്തകൾ. This was the thoughts of those leaders of the Jewish days. എന്നാൽ യേശുവിനെ ആഴമായി പഠിച്ചാൽ, But if you study deep about Jesus, ഇവിടെ മതങ്ങൾ ഉണ്ടാകുന്നതിന് മുൻപ് യേശു ഉണ്ടായിരുന്നു. before the religions were created, here Jesus was there. മനുഷ്യൻ ഉണ്ടാകുന്നതിന് മുൻപ് യേശു ഉണ്ടായിരുന്നു. Before the creation of man, Jesus was
there. ഭൂമിയും സൂര്യനും നക്ഷത്രങ്ങളും ഉണ്ടാകുന്നതിന് മുമ്പേ യേശു ഉണ്ടായിരുന്നു. Before the earth, sun, moon and stars were created, Jesus was there. എന്തെങ്കിലും ആദ്യം ഉണ്ടായിരുന്നെങ്കിൽ അത് യേശു ആയിരുന്നു. If there was anything called beginning, he was Jesus. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു. In the beginning was the word and the word was God. അവൻ ദൈവ സൃഷ്ടിയുടെ ആരംഭമാണ്. He is the creation of God. എല്ലാറ്റിന്റെയും ആരംഭം. He is the beginning of the creation from God. അവൻ മുഖാന്തരം സകലതും ഉണ്ടായി, അവനെ കൂടാതെ ഒന്നും ഉളവായിട്ടില്ല. Through him all things were created and nothing was made that was made without him. അവൻ ഇന്നലെയും ഇന്നും നാളെയും എന്നും യഥാവാനാണ്. He is the same yesterday, today and forever. ഈ കർത്താവിന് വേണ്ടി പാടുന്നതും ഈ കർത്താവിൽ വിശ്വസിക്കുന്നതും ഈ കർത്താവിനെ ആരാധിക്കുന്നതും ഭാഗ്യമാണ്. To sing for the Lord Jesus, to worship him, to praise him, it's a great blessed opportunity that we all have. യേശുവിന് മുൻപുണ്ടായ ഒരു മതമോ ഒരു മതഗുരുവിനെയോ ആർക്കും കാണിക്കുവാൻ കഴിയില്ല. There is no religious leader or any person before Jesus. കാരണം 2000 വർഷം മുൻപ്, 3000 വർഷം മുമ്പ്, 3000 കോടി വർഷങ്ങൾക്ക് മുൻപ് യേശു ഉണ്ടായിരുന്നു. Because 2000 years back, 3000 years back, 3000 crore years back, Jesus was there. എത്ര നല്ല ഒരു യേശുവിനെയാണ് നമ്മൾ ആരാധിക്കുന്നത്. What a blessed Jesus we worship. ആ വാക്യങ്ങൾ ഒരിക്കൽ കൂടി വായിച്ച് ഇന്ന് നമുക്ക് പ്രാർത്ഥിച്ച് എന്റെ വാക്കുകളെ അവസാനിപ്പിക്കാം. We will read those verses once again and then we will pray and conclude. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 14 മുതലുള്ള വാക്യം. Revelation chapter 3 verse 14 onwards. ലവോദിക്കയിലെ സഭയുടെ ദൂതൻ എഴുതുക. To the angel of the church in Laodicea. വിശ്വസ്തനും സത്യവാനുമായ സാക്ഷിയായി ദൈവ സൃഷ്ടിയുടെ ആരംഭമായ ആമേൻ എന്നുള്ളവൻ അരുളി ചെയ്യുന്നത്. These things say the Amen, the faithful and true witness, the beginning of the creation of God. ഒരു നിമിഷം നിങ്ങളുടെ കണ്ണുകളെ അടയ്ക്കുവാനായിട്ട് ഞാൻ അപേക്ഷിക്കുക. For one moment shall we all close our eyes. ഈ കർത്താവ് സത്യവാനാണ്. This Lord is a true person. നിങ്ങൾ രക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ? Are you saved? നിങ്ങൾ സ്നാനപ്പെട്ടിട്ടുണ്ടോ? Have you taken the baptism? ഇല്ലെങ്കിൽ ഒരു ശിക്ഷ മാത്രമേ ഉള്ളൂ. If not, the judgment is alone waiting for you. അത് ഞാൻ പറഞ്ഞതല്ല. It is not that I have spoken about it. യേശു പറഞ്ഞതാണ്. Jesus has spoken about it. മർക്കോസ് 16:16. In Mark chapter 16 verse 16. നിങ്ങൾ വീണ്ടും ജനിച്ചിട്ടുണ്ടോ? Have you been born again? ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ദൈവരാജ്യം കാണാൻ കഴിയുകയില്ല. If not, you cannot see the kingdom of heaven. ഇത് ഞാൻ പറഞ്ഞതല്ല. This is not what I have spoken. ഇത് കർത്താവ് പറഞ്ഞതാണ്. The Lord has spoken. യോഹന്നാൻ 3:3. In John chapter 3 verse 3. അവൻ സത്യവാനാണ്. He is the truth. അവൻ വിശ്വസ്തനാണ്. He is the faithful person. നിങ്ങളെക്കുറിച്ച് കർത്താവ് എന്തെങ്കിലും വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടോ? Has there been any promises the Lord has spoken over you? നിങ്ങളുടെ ശുശ്രൂഷയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? Has he spoken over your ministry? നിങ്ങളുടെ ജോലിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? Has he spoken over your job? നിങ്ങളുടെ മക്കളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? Has he spoken anything about your children? ഇന്ന് നിങ്ങളുടെ കണ്ണിന്റെ മുൻപിൽ അതൊന്നും നിറവേറിയില്ലായിരിക്കാം. ഒരുപക്ഷെ അത് നിറവേറുകയില്ല എന്ന് തോന്നുമാറ് ഉള്ള നിലയുമായിരിക്കാം. Today you may be seeing that nothing has been fulfilled and you have been in circumstances where it cannot be fulfilled. പക്ഷെ യേശുവാണ് പറഞ്ഞതെങ്കിൽ അത് നടന്നിരിക്കും. കാരണം അവൻ വിശ്വസ്തനാണ്. But if Jesus has spoken, it will happen because he is faithful. അവൻ വിശ്വസ്തൻ മാത്രമല്ല, വിശ്വസ്തനായ സാക്ഷിയാണ്. He is not only the faithful, he is the true witness. സ്വർഗമോ നരകമോ ഉണ്ടോ എന്നുള്ള കാര്യം ശാസ്ത്രജ്ഞന്മാർ നമ്മളെ പഠിപ്പിക്കേണ്ട കാര്യമല്ല. കാരണം അവർ നമ്മൾ ചിന്തിക്കുന്ന പോലെ അത്ര വലിയവരല്ല. It is not the philosophers who have to teach us that there is heaven or hell, because it's not as we think that they are great people. അവർ യേശുവിനേക്കാൾ വലുതല്ല. They are not greater than Jesus. യേശുവിനേക്കാൾ വലിയ ഒരു സയന്റിസ്റ്റ് ഇല്ല. There is no scientist greater than the Lord Jesus. അതുകൊണ്ട് ഡാർവിനെ പോലുള്ളവർക്കോ ഐൻസ്റ്റീനെ പോലുള്ളവർക്കോ സ്റ്റീഫൻ ഹോക്കിങ്ങിനെ പോലുള്ളവർക്കോ അവർ സ്വർഗം കാണാത്തത് കൊണ്ട്, അവർ നരകം കാണാത്തത് കൊണ്ട്, മരണാനന്തര ജീവിതം കാണാത്തത് കൊണ്ട് ഇല്ല എന്നർത്ഥമില്ല. Therefore, if Stephen Hawking and those kind of big people, because they have not seen heaven or hell or eternal life, that doesn't mean that does not exist. എന്നാൽ അവരെക്കാൾ വലിയ വലിയ കർത്താവ് കണ്ടിട്ടുണ്ട് സ്വർഗം, കർത്താവ് കണ്ടിട്ടുണ്ട് നരകം, കർത്താവ് മരണാനന്തര ജീവിതം കണ്ടിട്ടുണ്ട്, മരണാനന്തര മനുഷ്യന്റെ ആത്മാവിനെ കണ്ടിട്ടുണ്ട്. കാരണം അവൻ സത്യത്തിന്റെ സാക്ഷിയാണ്.
He is who is greater than all of them who have seen the heaven, the hell, the eternal life. And that is why he is the true witness. നിങ്ങൾക്കത് വിശ്വസിക്കാനായിട്ട് കഴിയും. You can believe on that. അവനെല്ലാത്തിന്റെ ആരംഭമാണ്. He is the beginning of the creation of God. ഈ ഭൂമി ഒരു ബിഗ് ബാങ്ങിൽ ഉണ്ടായതല്ല. This earth was not created out of a big bang theory. മനുഷ്യൻ പരിണമിച്ചുണ്ടായതുമല്ല. This man was not born out of any imagination. സകല സൃഷ്ടിയുടെയും ആരംഭമായ യേശു മുഖാന്തരവും യേശുവിനാലും ഉണ്ടായതാണ്. It is through Jesus who is the creation of all, beginning of all creation. Through Jesus they were all. ദൈവം അനുവദിക്കുകയാണെങ്കിൽ അടുത്ത ആഴ്ച അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നതാണ്. If the Lord willing, we will be learning more about it in the coming week. യേശു പറഞ്ഞു, ഇതാ ഞാൻ വേഗം വരാൻ പോകുന്നു. The Lord Jesus spoke, behold, I am coming soon. അവൻ സത്യവാനും വിശ്വസ്തനുമായതുകൊണ്ട് അവൻ വരിക തന്നെ ചെയ്യും. Because he is faithful and true witness, he will come again. പക്ഷേ യേശു പറഞ്ഞു, വന്ന രണ്ടുപേർ ഒരു കിടക്കയിലായിരിക്കും, ഒരാൾ എടുക്കപ്പെടും, ഒരാൾ തള്ളപ്പെടും. ആ തള്ളപ്പെടുന്ന കൂട്ടത്തിൽ ഞാനും നിങ്ങൾ പെടുമോ? But the Lord said to one person, when he comes, he will be taken, another person will be left out. Will they be the part of those who are left out? അന്ന് രണ്ടുപേർ തിരുക്കല്ലിൽ പൊടിച്ചുകൊണ്ടിരിക്കും, ഒരാൾ എടുക്കപ്പെടും, ഒരാൾ തള്ളപ്പെടും. ആ തള്ളപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ഞാനും നിങ്ങളും ഉണ്ടായിരിക്കുമോ? In that day, two persons will be pounding at the mill, and one person will be taken up, another one will be left out. Will we be part of those group who is left out? ഒരാൾ എടുക്കപ്പെടുമെന്നും ഒരാൾ തള്ളപ്പെടുമെന്നുമുള്ള സത്യമാണ്. കാരണം യേശുവാണത് പറഞ്ഞിരിക്കുന്നത്. There is a truth that one person will be taken up, another will be left out. It is truth because Jesus has spoken it. ആകയാൽ നമുക്ക് ദൈവസന്നിധിയിൽ വിനയപ്പെടാം. So shall we all submit our lives into the hands of God. കർത്താവ് പറഞ്ഞത് വിശ്വസിക്കാം. Shall we believe on what the Lord has spoken? കർത്താവിനെ അനുസരിക്കാം. Shall we take the decision, Lord, we want to obey what the Lord has spoken? ഞങ്ങളുടെ കർത്താവായ ദൈവമേ, Our Lord Jesus, അവിടുത്തെ സന്നിധിയിലേക്ക് എളിവരാകുന്ന ഞങ്ങൾ വരുന്നു. Lord, we come and humbly submit into your presence. വളരെ പരിമിതമായ ഒരു കാലഘട്ടത്തിൽ ഞങ്ങൾ ജീവിക്കുന്നു. Lord, we have come to a situation and season which is greatly limited, oh God. മരണാനന്തരം ഒരു ജീവിതമുണ്ട്, ഒരു സ്വർഗമുണ്ട്, നരകമുണ്ട് എന്ന് കർത്താവെ അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചു. Lord Jesus, you have spoken that there is life after that, there is heaven and hell. അങ്ങ് സത്യവാനും വിശ്വസ്തനും വിശ്വസ്തനായ സാക്ഷിയുമായതുകൊണ്ട് ഞങ്ങളത് വിശ്വസിക്കുന്നു. Because you are faithful, true and true witness, we believe you. ഞങ്ങൾ ആരും അങ്ങയുടെ വരവിൽ തള്ളപ്പെട്ടു പോകാതിരിപ്പാൻ, Lord, none of us should be left out at your coming, O God. ഞങ്ങളുടെ മരണത്തിന് മുൻപ് അങ്ങയുടെ വരവിന് മുൻപ്, Lord, before our death, before your coming, അവിടുത്തെ വചനമനുസരിച്ച് ജീവിപ്പാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്ക് നൽകണമേ. Lord, give us the opportunity, Lord, the blessedness to obey your word and live according to it. കർത്താവേ, വെല്ലൂർ ഹോസ്പിറ്റലിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. Lord, we pray for the hospital in Vellore. അവിടെ ജോലി ചെയ്യുന്ന എല്ലാ ഡോക്ടേഴ്സിനെയും മെഡിക്കൽ സ്റ്റാഫുകളെയും ഞങ്ങൾ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് അനുഗ്രഹിക്കുന്നു. Lord, we submit into your hands all those who are working, the doctors and all the work staff who is working there, God. ഓരോ രോഗികളും ക്രിസ്തുവിന്റെ സ്നേഹം, ക്രിസ്തുവിന്റെ ശക്തി അനുഭവിപ്പാൻ കർത്താവ് ഇടയാക്കണമേ. Lord, let each patient experience the love of God, the power of Jesus, Lord, in their lives. ഇന്ന് ഈ പ്ലാറ്റ്ഫോമിൽ വന്നിരിക്കുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുന്നു. Lord, I pray and bless each and everyone who's come in this Zoom platform. ഡോക്ടർ നവീനെ കുടുംബമായിട്ട് ഏൽപ്പിക്കുന്നു, ഡോക്ടർ ജസ്റ്റിനെ കുടുംബമായിട്ട് ഏൽപ്പിക്കുന്നു, എല്ലാ ഡോക്ടേഴ്സിനെയും കുടുംബങ്ങളായിട്ട് ഏൽപ്പിക്കുന്നു. Lord, Dr. Naveen, Dr. Justin and their families and all the doctors, their families and all those who have joined, Lord, we submit into your hands. എല്ലാവരും യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. Lord, I pray and bless each and everyone in the name of the Lord ദൈവരാജ്യത്തിന് വേണ്ടി Jesus. നിൽക്കട്ടെ. Let them stand for your kingdom. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ രോഗികൾ സൗഖ്യമാകട്ടെ. In the name of the Lord Jesus, right now, let the sick be healed, O God. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ അന്ധകാരത്തിന്റെ ശക്തികൾ, പൈശാചിക വ്യാപാരത്തിന്റെ കെട്ടുകൾ അഴിഞ്ഞു മാറട്ടെ. In the name of Jesus, the works of darkness, the bondages of the evil one be released, O God. ഭയം യേശുവിന്റെ നാമത്തിൽ മാറട്ടെ. Let the fear be dispelled in the name of Jesus. നിന്റെ മക്കൾക്കെതിരായിട്ട് പ്രവർത്തിക്കുന്ന, നന്മകൾക്കെതിരായി പ്രവർത്തിക്കുന്ന ഇരുളുകൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. Lord, all those works of darkness working against your children, against their blessings, oh God, in the name of Jesus we cast out. ക്രൂശിൽ മരിച്ചുയർത്തെഴുന്നേറ്റ യേശുവിന്റെ നാമത്തിൽ ഞാൻ വിജയം പ്രഖ്യാപിക്കുന്നു. By the name of Jesus Christ who died for us on the cross, I proclaim victory over the lives. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന പിതാവേ, കൃപ തോന്നി കേൾക്കണമേ. In the name of Jesus Christ we pray, O Lord, you would hear us. In Jesus' name, amen. ആമേൻ, ആമേൻ. Amen.
ദൈവം എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. May the Lord bless each one of you richly. Amen. താങ്ക് യു. Thank you so much, dear Pastor, for wonderfully teaching us from the Word of God. Amen. Praise God that the Lord has spoken to us very powerfully. He is a faithful person. He is the truth, the true witness, the beginning of the creation of God, and greater things are ahead for us from the message to the church in Laodicea. What a blessed opportunity. Thank you all for joining, and I want to welcome each one of you in the coming week also. Please bring in your friends, each one, bring one, invite 10 people, at least one will come, and let it be a great blessing to each one of us. It is also recorded in the YouTube. You can send the links to your friends and also on the Facebook. Let it be a great blessing to all those who watch and listen. Thank you all. Until we meet next time, may the Lord bless you abundantly.